പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവവചന കേൾവിക്കായി ഒരുക്കത്തോടും പ്രാർത്ഥനയോടുമായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവമക്കളെയും ഞാൻ വന്ദനം ചെയ്യുകയാണ്. ഒരു വർഷത്തിൻ്റെ അവസാന ആഴ്ചകളിൽ നാം വന്നു നിൽക്കുകയാണല്ലോ. പ്രത്യേകാൽ നാം എല്ലാവരും അറിയുന്നത് പോലെ ഈ ദിവസങ്ങളൊക്കെയും ലോകമനുഷ്യർ, ക്രൈസ്തവരൊക്കെയും ആഘോഷത്തിൻ്റെ തിമിർപ്പിലാണ്. ക്രിസ്മസ് എന്ന് പറഞ്ഞ് അവർ ഉല്ലസിക്കുക, ആഘോഷിക്കുക, മറ്റു വിനോദങ്ങളിൽ അവരുടെ സമയം ചെലവഴിക്കുക എന്ന് ഉള്ള രീതി നമുക്കറിയാം. പക്ഷേ ദൈവമക്കളായ വേർപെട്ട നമ്മൾ അതിലൊന്നും പോകാതെ വർഷാവസാനം കർത്താവിൽ നിന്ന് കേൾപ്പാൻ അധികം താല്പര്യത്തോടായിരിക്കുന്നൊരു സമയമാണ്. പൊതുവേ ഞാൻ മനസ്സിലാക്കുന്നത് പെന്തക്കോസ്തുകാരായ നമ്മളൊക്കെയും വർഷാവസാനമാകുമ്പോൾ പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും കർത്താവിനോടൊന്ന് സംസാരിക്കണം, ഈ പുതുവർഷത്തിൽ എങ്ങനെ മുന്നോട്ട് പോകേണ്ടതെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അല്പം ഗൗരവത്തോടെ ദൈവത്തിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് വർഷാവസാനം. ആ ഒരു നല്ല പരിചയം ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. അത് വളരെ അഭിനന്ദനീയമാണ്. പലപ്പോഴും അതിൽ നെഗറ്റീവ് ഇത്രയേ ഉള്ളൂ, വർഷാവസാനം മാത്രമേ അങ്ങനെ നമ്മൾ ചിന്തിക്കാറുള്ളെന്നാണ് അതിലെ നെഗറ്റീവ്. പക്ഷെ നല്ല കാര്യമാണ് ഒരു വർഷം തീരുമ്പോൾ ഒന്ന് അയവിറക്കുവാൻ, എത്രമാത്രം ആത്മീയതയിൽ നാം നിൽക്കുന്നു എന്നൊക്കെ ചിന്തിക്കാൻ സമയം കണ്ടെത്തുന്നത് ഇറ്റ്സ് ഗുഡ്. എന്നാൽ ഈ ഞായറാഴ്ച പ്രഭാതം കർത്താവിനെ ഏൽപ്പിച്ച ആലോചന, നമ്മൾ ഇന്നത്തെ ആ സംസ്കാരത്തിന് വിപരീതമായി നമ്മുടെ ആത്മീക ആരോഗ്യത്തെയും ആത്മീക നിലവാരങ്ങളെയും വിലയിരുത്തുവാനും ആത്മീകമായി മുന്നേറുവാനും ആഗ്രഹിക്കുമ്പോൾ നമ്മൾ വിട്ടുപോകാൻ സാധ്യതയുള്ളത് യേശു കർത്താവിൻ്റെ ഒന്നാം വരവിൻ്റെ സാധ്യതകളും മഹത്വവും വേണ്ട നിലയിൽ വേർപെട്ട സമൂഹം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. ഇന്ന് 2 തീമോത്തിയോസിൻ്റെ ലേഖനത്തിൽ നിന്നാണ് ഞാൻ ദൈവവചനം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. 2 തീമോത്തിയോസിൻ്റെ ലേഖനം 1-ാം അധ്യായമാണ് നമ്മൾ നമ്മുടെ ചിന്തയ്ക്കെടുക്കുന്നത്. 1-ാം അധ്യായത്തിലെ 10-ാം വാക്യം പ്രത്യേകം നാം ചിന്തിക്കാൻ പോകുകയാണ്. യേശു കർത്താവിൻ്റെ ജനനത്തോടും അവിടുത്തെ 1-ാം വരവിനോടും ബന്ധപ്പെട്ടുള്ള ചില വളരെ പരമപ്രധാനമായ ആത്മീക സത്യങ്ങളാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിനും നമ്മുടെ വിശ്വാസത്തിൻ്റെ ആ ഒരു ഉറപ്പിനും ഉതകുമാർ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത്. 2 തീമോത്തിയോസ് കഴിഞ്ഞ ചില മാസങ്ങളായി NLAG കടപ്ര ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പശ്ചാത്തലമായ അധികമൊന്നും പറയേണ്ടതില്ലെന്ന് ഞാനും മനസ്സിലാക്കുന്നു. എങ്കിലും നമ്മുടെ ഇന്നത്തെ ദൂത് നമ്മുടെ മനസ്സിൽ വളരെ കൃത്യമായി പതിയണമെങ്കിൽ ഒന്നുകൂടെ നമ്മളെ ഒന്ന് റിഫ്രഷ് ചെയ്യുവാൻ ഇതിൻ്റെ പശ്ചാത്തലം നമ്മളെല്ലാവരും ഒന്ന് ചിന്തിക്കണം. പൗലോസ് കാരാഗ്രഹത്തിൽ മരണം കാത്തു കിടക്കിയ 4-ാം അധ്യായത്തിൻ്റെ പ്രസക്തമായ വാക്യങ്ങൾ നമുക്കറിയാം. എൻ്റെ നിര്യാണ കാലം അടുത്തു, ഞാനൊരു പാനീയ യാഗമായി എന്ത് ചെയ്യാൻ പോകുകയാണ്? ഒഴിക്കപ്പെടാൻ പോകുകയാണ്. മൈ ടൈം ഇസ് അപ്പ്. 1-ാമത്തെ കാരാഗ്രഹവാസത്തിൻ്റെ ആ കാലഘട്ടത്തിൽ കത്തെഴുതുമ്പോൾ പൗലോസ് വളരെ പ്രതീക്ഷയോടാണ്. ഫിലിമോന്റെ ലേഖനത്തിലൊക്കെ 22-ാം വാക്യത്തിൽ പറയുന്നത്, എനിക്ക് താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഒരുക്കിക്കോണേ, ഞാൻ വരുന്നുണ്ട്. ഫിലിമോനെ, വീടൊക്കെ റെഡിയാക്കിക്കോ, റൂമൊക്കെ സെറ്റാക്കിക്കോ, ഞാൻ വന്ന് നിന്നോട് കൂടെ പാർക്കാൻ ആഗ്രഹിക്കുക. പക്ഷേ 2-ാം കാരാഗ്രഹവാസത്തിൽ പൗലോസ് പറയുന്നത്, തീമോത്തിയോസെ, എഫസോസിൽ എൻ്റെ മുറി റെഡിയാണോ എന്നല്ല, കഴിയുമെങ്കിൽ ഒന്ന് വരണമേ, ശീതകാലമാണ്, എൻ്റെ പുതപ്പ് കൊണ്ടുവരണമേ, ചർമ്മലിഖിതങ്ങൾ കൊണ്ടുവരണമേ. ഞാൻ മരണം കാത്തു കിടക്കിയ മാർട്ടൂര്യൻ കാരാഗ്രഹത്തിൻ്റെ കരികൽ ഭിത്തിക്കുള്ളിൽ മരണാസനനായി പൗലോസ് നിൽക്കുമ്പോഴും ഭയത്തിലല്ല, ഭീതിയിലല്ല, ഉറപ്പിലാണ്, പ്രത്യാശയില്ല. തീമോത്തിയോസ് എവിടാ? എഫെസോസ് ചർച്ചിൽ ഉപദേശിയാണ്, പാസ്റ്ററാണ്. പൗലോസിന്റെ പ്രതിനിധിയായി സഭയുടെ ശുശ്രൂഷകനായി നിയമിക്കപ്പെട്ടിരിക്കുക. പക്ഷേ തീമോത്തിയോസ് എഫെസോസിലെ പാസ്റ്റോറൽ മിനിസ്ട്രി ചെയ്യുമ്പോൾ പൗലോസിന്റെ അത്ര കോൺഫിഡൻ്റ് അല്ല. 1-ാം അധ്യായം 8-ാം വാക്യം ഒന്ന് വായിച്ചേ. 1-ാം അധ്യായം 8-ാം വാക്യം. അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ സാക്ഷ്യത്തെയും അവന്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ
സുവിശേഷത്തിനായി ദൈവശക്തിക്ക് ഒത്തവണ്ണം നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കാം. അവിടെ ലജ്ജിക്കാതെ, ഈ 1-ാം അധ്യായത്തിൽ ഒരു കീ വേർഡ്, താക്കോൽ വാക്യമാണ് ലജ്ജിക്കുക. കാരണം ഈ അധ്യായത്തിൽ 3 തവണ ആ വാക്ക് കാണുന്നുണ്ട്. അത് പശ്ചാത്തലം മനസ്സിലാകുവാൻ വേണ്ടി ഒന്ന് ഞാൻ കാണിക്കുകയാണ്, എന്നിട്ട് നമുക്ക് 10-ാം വാക്യത്തിലേക്ക് വരണം. തിമോത്തിയോസേ, കർത്താവിൻ്റെ സാക്ഷ്യമോർത്തോ, അവിടുത്തെ റോമിൻ്റെയോ കൈസറിൻ്റെയോ ബദ്ധനല്ല, കർത്താവിൻ്റെ ബദ്ധനായ എന്നെ ഓർത്തു നീ എന്ത് ചെയ്യരുത്? ലജ്ജിക്കരുത്. എന്ന് പറഞ്ഞാൽ ലജ്ജിക്കാൻ സംഗതിയുണ്ട്. ഒരു പക്ഷേ അല്പാൽപമായി ലജ്ജ വന്നു, ഒരു ആത്മിക പതറിച്ച വന്നു എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. നീ ലജ്ജിക്കരുത്. നീ സുവിശേഷത്തിനായി ദൈവശക്തിക്കൊത്ത് എന്ത് ചെയ്യണം? ഒരു കോംപ്ലസൻസി, ഒരു പതറിപ്പ് എന്ന് പറഞ്ഞാൽ, നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, തിമോത്തിയോസ്, യവനക്കാരനായ തിമോത്തിയോസ് ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് പോലെ പുൾപിറ്റിൽ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ അത്ര കോൺഫിഡൻ്റ് അല്ല, അത്ര ധൈര്യം പോരാ. കാരണം എന്താ? പ്രസംഗിക്കാൻ ബൈബിൾ തുറക്കുമ്പോൾ സദസ്സിലിരിക്കുന്ന ചിലരെങ്കിലും നേരിട്ട് പറഞ്ഞില്ലെങ്കിലും എന്താ കുശുപിശുക്കെന്നോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണെന്നോ എന്ന് ചിന്തിച്ചാൽ, എന്താ പ്രസംഗം? ഈ പുള്ളി ഇവിടെ ആക്കിയ പൗലോസ് എവിടെ കിടക്കുന്നു? റോമൻ ക്രിമിനലായി കാരാഗ്രഹത്തിൽ കിടക്കുക. ഉപദേശി, വലിയ ഉപദേശി, ചലിക്കാൻ പറ്റാതെ ഭൂമിയിൽ ഒരു കുഴി ഉണ്ടാക്കി ഇട്ടേക്കുക. കാരാഗ്രഹം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പ്രിസൺ പോലൊന്നും അല്ല. അന്നത്തെ കാരാഗ്രഹം എന്നൊക്കെ പറഞ്ഞാൽ വളരെ പരിതാപകരമാണ്. ഒട്ടും ശുചിത്വമില്ലാത്ത, ഹൈജീൻ ഇല്ലാത്ത, ഇരുണ്ട, ദുർഗന്ധം വമിക്കുന്ന, വൃത്തിഹീനമായ ഇടമാണ്. വലിയ അപ്പോസ്തോലൻ റോമൻ കാരാഗ്രഹത്തിൽ കിടന്ന് നരകിക്കുമ്പോൾ ഇവിടെ ഒരു ഉപദേശി പ്രസംഗിക്കുകയാണോ? കളിയാക്കി കാണുമെന്നല്ല. 2-ാം അധ്യായം പറയുന്നത് രണ്ട് പുള്ളികളുടെ പേരുണ്ട്, 2:17. ഹിമനയോസും ഫിലേത്തോസും. അവരുടെ സംസാരം അർബുദം പോലെ, ക്യാൻസർ പോലെ സഭയ്ക്കുള്ളിൽ വ്യാപരിക്കുകയാണ്. സഭയിലുള്ളവരെ തീമോത്തിയോസിൽ നിന്നും പൗലോസിൽ നിന്നും അല്ല, സുവിശേഷത്തിൽ നിന്നും മറിച്ചു കളയുവാൻ ശ്രമിക്കുന്നവർ ചർച്ചിന് പുറത്തല്ല. നമുക്ക് അറിയാമെന്നൊരു നിലയിൽ പറഞ്ഞാൽ, ചർച്ചിനെതിരെ ഒരു കല്ലെറിഞ്ഞ് ചില്ല് പൊട്ടിച്ചാൽ അത്രയ്ക്കത്ര പണം മുടക്കുള്ള, പക്ഷെ സഭയ്ക്കുള്ളിലിരുന്ന് അർബുദവ്യാധി പോലുള്ള സംസാരം കൊണ്ട് സഭയെ മലിനമാക്കാൻ നോക്കുന്ന വ്യക്തികൾ സഭയ്ക്കുള്ളിൽ തലപൊക്കിയാൽ സഭയുടെ നിലനിൽപ്പ് ചോദ്യത്തിലാണ്. യവനക്കാരനായ ഉപദേശിയും അല്പം ആടിപ്പോകും. പൗലോസ് പറയാണ്, നീ ലജ്ജിച്ചു പോകരുത്. നീ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. സ്ട്രോങ് ആയിട്ട് നിൽക്കാനുള്ള ചില പ്രോത്സാഹനങ്ങളും കാരണങ്ങളുമാണ് താഴോട്ട് പറയുന്നത്. അതിലെല്ലാം നമ്മൾ ഇന്ന് ചിന്തിക്കുന്നില്ല. 10-ാം വാക്യമാണ് മെയിനായിട്ട് ചിന്തിക്കുന്നത്. പൗലോസ് തിമോത്തിയോസിനോട് പറയാം, നീ ലജ്ജിക്കരുത്. പൗലോസ് തന്നെ കുറിച്ച് എന്താ പറയുന്നത്? 12-ാം വാക്യത്തിന്റെ ആരംഭ ഭാഗം എന്താ പറയുന്നത്? ലജ്ജിക്കരുതെന്ന് പറയുന്ന പൗലോസിന്റെ ഉറപ്പെന്താ? 2 തിമോത്തിയോസ് 1:12 അതിന്റെ ആദ്യ ഭാഗം ഒന്ന് നോക്കിയേ. അതു നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. തിമോത്തിയോസേ, നീ ലജ്ജിച്ചു പോകരുത്. നീ തല താഴ്ത്തിപ്പോകരുത്. നീ ഇടറിപ്പോകരുത്. സാഹചര്യത്തിന്റെ സ്ട്രെസ് നിമിത്തം നീ ചുരുങ്ങിപ്പോകരുത്. വിളിയിൽ നിന്ന് ചുവട് പുറകോട്ട് വെക്കരുത്. നീ ഉറപ്പോടെ നിൽക്കണം. എന്നിട്ട് പൗലോസ് പറയുന്നത്, എന്നെ ഒന്ന് നോക്ക്, ഞാൻ കാരാഗ്രഹത്തിലാണ് കിടക്കുന്നത്, ഇതൊക്കെയും ഞാൻ സഹിക്കുന്നുണ്ട്. ഇതാണ് 8-ന്റെയും 12-ന്റെയും കണക്ഷൻ. നീ ലജ്ജിക്കരുത്. എന്നോടുകൂടെ സുവിശേഷത്തിന് വേണ്ടി എന്ത് ചെയ്യണം? കഷ്ടം സഹിക്കണം. എന്നെ ഒന്ന് നോക്കിയേ, ഞാൻ ഇതെല്ലാം സഹിക്കുന്നു, പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നില്ല? ലജ്ജിക്കുന്നില്ല. ഇന്ന് ആര് പറയും, കർത്താവേ, എന്തു വന്നാലും, ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി നേരിട്ടാലും, എന്തൊക്കെ പ്രലോഭനങ്ങൾ വന്നാലും, എൻ്റെ വിശ്വാസ കപ്പൽ ആടി ഉലഞ്ഞാലും ഞാൻ ലജ്ജിക്കത്തില്ല. ഞാൻ ആരെ വിശ്വസിക്കുന്നു ഞാൻ അറിയുന്നു.
ആര് പറയും? വാ തുറന്ന് പറയണം. ജീവിതത്തിൽ എന്ത് കാറ്റടിച്ചാലും ഞാൻ ആരെ വിശ്വസിക്കുന്നു, ഞാൻ അവനെ അറിയുന്നു. തീമോത്തിയോസ് ഇടറുന്നു, പൗലോസ് പറയാണ് ഞാൻ ഇടറുന്നില്ല, ഞാൻ ഉറച്ചു നിൽക്കുക. ഐ എം കോൺഫിഡന്റ് ബിക്കോസ് ഐ നോ whom I believed. ഇതാണ് തീമോത്തിയോസ് ഒരു വശത്ത് നിൽക്കുന്നു, പൗലോസ് മറുവശത്ത് നിൽക്കുന്നു. മൂന്നാമത്തെ കൂട്ടത്തെ നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ പഠിച്ചതാ. ഭക്തിയുടെ വേഷം ധരിച്ച് ഇതിലെ പ്രതിസന്ധി എന്താണെന്നറിയാമോ? പൗലോസ് ലജ്ജിക്കാതെ കാരാഗ്രഹത്തിൽ, സഭയിൽ കോംപ്രമൈസ് ചെയ്യുന്ന കോൺഫിഡന്റ് ആയ പോൾ ഒരു വശത്ത്, സഭയിൽ കോംപ്രമൈസ് പറഞ്ഞാൽ വേഷം കെട്ടുന്ന പലരും സഭയിലുണ്ട്. തിമോത്തിയോസെ, നീ ഇതിന്റെ ഇടയിൽ ഇടറിയാൽ ഈ ഒഴുക്കിൽ നീയും പെട്ടുപോകും. ഒരു പരിവത്തിന് അല്ലെ നമ്മൾ പറയത്തില്ലേ, തല്ലിക്കൂട്ടി ഒരു ക്രിസ്തീയ ജീവിതം ജീവിക്കാൻ നീ ശ്രമിച്ചാൽ നിനക്ക് വിളിയുണ്ട്. 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ വിളി, നല്ല പൈതൃകം എല്ലാം നിനക്കുണ്ട്. പക്ഷെ ഈ കാലഘട്ടത്തിൽ ഈ ആത്മിക വെല്ലുവിളികളുടെ നടുവിൽ നീ ഒരു തണുത്ത വിശ്വാസിയായി, ഒരു തണുത്ത പാസ്റ്ററായി, ഒരു ലജ്ജിക്കുന്ന, ഇടരുന്ന, കാലടികൾ കുറപ്പില്ലാത്തവനായി നീ ശുശ്രൂഷ ചെയ്താൽ നീയും ഈ ഒഴുക്കിൽ, ഈ വ്യാജ ആത്മികതയുടെ ഒഴുക്കിൽ, ഈ ദുർഘട കാലത്തിന്റെ ലക്ഷണങ്ങളിലും നീയും പെട്ടുപോകാൻ. എന്തുകൊണ്ടാണ് 8-9 ആഴ്ചകൾ അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങൾ ധ്യാനിക്കുവാൻ കർത്താവ് നമുക്ക് അവസരം തന്നത്? ഇതിന്റെ നടുവിൽ കൃപ പ്രാപിച്ച ദൈവമക്കൾ ഉറച്ചു നിൽക്കണം, ഇടറാതെ നിൽക്കണം, പതറാതെ നിൽക്കണം, ആരെ വിശ്വസിച്ചു എന്നുള്ള ഉറപ്പിൽ നിൽക്കണം. നോക്കിയേ, ഇടറിപ്പോകുവാൻ സാധ്യതയുള്ള തീമോത്തിയോസിന് ദൂതെഴുതുകയാണ്. ധൈര്യത്തോടെ ലജ്ജിക്കാതെ നിൽക്കുന്ന പൗലോസ്, എന്നിട്ട് ലജ്ജിക്കാതെ നിൽക്കുന്ന ഒനേസിഫോറോസും കുടുംബത്തെക്കുറിച്ചും 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. എൻ്റെ ചങ്ങളെ ഓർത്തവൻ എന്ത് ചെയ്തില്ല? ലജ്ജിച്ചില്ല. എന്നാൽ ലജ്ജിക്കുന്ന പലരുണ്ട്, വിശ്വാസത്തെ ആദായമാക്കുന്ന പലരുണ്ട്, മായാവികളും ദുഷ്ടമനുഷ്യരും വർദ്ധിക്കുന്നുണ്ട്. പക്ഷെ എന്നെ നോക്ക്, ഞാൻ ലജ്ജിച്ചില്ല. ഒനേസിഫോറോസിനെയും കുടുംബത്തെ നോക്ക്, അവരും എന്ത് ചെയ്തില്ല? ലജ്ജിച്ചില്ല. തീമോത്തിയോസേ, നീ ലജ്ജിക്കരുത്. ലജ്ജിക്കാതിരിക്കണമെങ്കിൽ നിനക്ക് ചില ബോധ്യങ്ങൾ വേണം, ചില വെളിപ്പാടുകൾ വേണം. 9-ാം വാക്യത്തിൽ അതിൻ്റെ ഒരു കാതലായ ഭാഗമാണ് പൗലോസ് പറയുന്നത്. ദൈവത്തിൻ്റെ രക്ഷാ പദ്ധതിയെക്കുറിച്ച്, ദൈവത്തിൻ്റെ നിത്യതയിലുള്ള തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊരു ബോധ്യം വേണം. 9-ാം വാക്യം ഒന്ന് വായിച്ചാലും, അവിടുന്ന് അധികം ഒന്നും ഞാൻ പറയുന്നില്ല, 9ഉം 10-ാം വാക്യത്തിന്റെ ആരംഭം കൂടെ ഒന്ന് വായിച്ചാലും. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തു. നമ്മുടെ പ്രവർത്തികൾ നിമിത്തമല്ല, സകല കാലത്തിനും മുൻപേ ക്രിസ്തുയേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത. മതി. എന്താ പൗലോസ് പറയുന്നത്? നീ ലജ്ജിക്കരുത്. ലജ്ജിക്കാതിരിക്കണമെങ്കിൽ നീ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പുണ്ട്. എന്താ തെരഞ്ഞെടുപ്പ്? അവൻ നമ്മളെ എന്ത് ചെയ്തു? രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട്. എന്നാൽ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ലജ്ജിക്കുന്ന സാഹചര്യങ്ങൾ, മനസ്സ് പതറിപ്പോകുന്ന സാഹചര്യങ്ങൾ, വിശ്വാസത്തിൽ നിൽക്കുമോ? ഇത്രയൊക്കെ പാടായിരുന്നെങ്കിൽ ഇറങ്ങിത്തിരിക്കണമായിരുന്നോ എന്നൊക്കെ ചിന്തിക്കുന്ന ഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. ചിലരെന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇത്രയും പോരാട്ടം ഉണ്ടെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യത്തില്ലായിരുന്നു, ഇറങ്ങി. അതിലൊരു സത്യമുണ്ട്. പണ്ടൊരു ഭക്തൻ പാടിയതുപോലെ, ആഴി എന്നോർത്തില്ല, ആഴമാരാഞ്ഞില്ല, അലകൾക്ക് ഞാൻ തെല്ലും ഇറങ്ങി ഞാൻ പ്രിയനെ നിൻവിളി കേട്ടു സമുദ്രത്തിൻ. ഇത്രയൊക്കെ പോരാട്ടം ഉണ്ടെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ നമ്മളിൽ പലരും ഇറങ്ങിത്തിരിക്കത്തില്ലായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചു പോകുകയാണ്. പക്ഷെ തീമോത്തിയോസേ, നീ പതറാതിരിക്കണമെങ്കിൽ ഓർത്താൽ മതി, നിന്നെ രക്ഷിച്ച, വിശുദ്ധ വിളി കൊണ്ട് വിളിച്ച, നിന്റെ പ്രവൃത്തി കൊണ്ടല്ല, അവിടുത്തെ നിർണയത്താൽ ലോകസ്ഥാപനത്തിന് മുൻപ് നിന്നെ കണ്ട ഒരു ദൈവം, ഒരു പിതാവ് സ്വർഗത്തിലുണ്ടെന്ന് ഓർത്താൽ നിനക്ക് ലജ്ജിക്കേണ്ട ആവശ്യം ഇല്ല.
എന്നിട്ട് 10-ാം വാക്യത്തിൽ പറയുകയാണ്, ഇപ്പോൾ, നൗ, ഇപ്പോൾ. അവിടെ മുതലാണ് നമ്മുടെ ധ്യാനത്തിന്റെ കാതലായ വശത്തിൽ നാം കടക്കുന്നത്. ഇപ്പോൾ എന്ന് പറയുമ്പോൾ തൊട്ട് മുൻപ് പറഞ്ഞ വാക്യവുമായിട്ട് ഉള്ളൊരു ബന്ധമാണ്. പുതിയ നിയമത്തിൽ ഈ വാക്കിന് വളരെ പ്രസക്തിയുണ്ട്. ഇപ്പോൾ എന്ന് പറയുമ്പോൾ തന്നെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം പറയുവാൻ ഉപയോഗിക്കുന്നത്. മറ്റ് സമാനമായ വാക്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ തൊട്ട് മുകളിൽ എന്താ പറഞ്ഞത്? തൊട്ട് മുകളിലത്തെ വാചകം എന്താ പറയുന്നത്? 9-ാം വാക്യത്തിന്റെ അവസാന ഭാഗം ഒന്ന് ശ്രദ്ധിച്ച്, ബൈബിളുള്ള എല്ലാവരും നോക്കണേ. സകല കാലത്തിനും മുൻപ് ക്രിസ്തുവേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും. ഇപ്പോൾ. അപ്പൊ 2 കാലഘട്ടങ്ങളെ കമ്പയർ ചെയ്യുക. സകല കാലത്തിനും മുൻപ്. ഇംഗ്ലീഷ് തർജിമകളാണ്, വളരെ ബ്യൂട്ടിഫുൾ ആണ്. ബിഫോർ ഓൾ ടൈം, ബിഫോർ ഓൾ ഇറ്റേർണിറ്റി, എല്ലാ കാലഘട്ടങ്ങൾക്കും മുൻപ്. എന്നിട്ട് 10-ാം വാക്യത്തിൽ ഇപ്പോൾ. എല്ലാ കാലഘട്ടത്തിനു മുൻപ് എന്തുണ്ടായിരുന്നു? ഇപ്പോൾ വെളിപ്പെട്ട ഈ കാലഘട്ടത്തിൽ, ഈ ചരിത്രത്തിൽ, മനുഷ്യയുഗത്തിൽ വെളിപ്പെട്ട ദൈവിക അത്ഭുത വെളിപ്പെടുത്തലിനെ കുറിച്ച് 10-ാം വാക്യത്തിൽ പറയുന്നത്. പക്ഷെ അത് മനസ്സിലാക്കണമെങ്കിൽ 9-ാം വാക്യത്തിൽ പറയാണ്, സകല കാലത്തിനും, ബിഫോർ ഓൾ ടൈം എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി 1:1 ആദിയിൽ ദൈവം. അതല്ല, അതിനു മുൻപ് എന്തുണ്ടായിരുന്നു? ഒരു കാലമുണ്ടായിരുന്നു. സമയമുണ്ടാകുന്നതിന് മുൻപ്, സൃഷ്ടിയിൽ എന്തെങ്കിലും ഉണ്ടാകുന്നതിന് മുൻപ്, കാണുന്നതും കാണാത്തതുമായ എല്ലാം ദൈവത്തെ ഒഴികെ സ്വർഗം പോലും ദൈവത്തിന്റെ സൃഷ്ടിയാ. ഈ സൃഷ്ടി എല്ലാം ഉണ്ടാകുന്നതിന് മുൻപ് ദൈവം മാത്രമായുള്ള ഒരു നിത്യതയുണ്ട്. അതാണ് 90-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, നീ അനാദിയും ശാശ്വതനുമായ. ആദിയുണ്ട്. ആദിയെക്കുറിച്ച് ഉൽപ്പത്തി 1 നാം കാണുന്നത്. ആദിക്കും മുൻപ്, അനാദി, ബിഫോർ ഓൾ ടൈം ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ലോക സ്ഥാപനത്തിന് മുൻപ് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതിയിൽ കൃപയാൽ നമ്മളെയൊക്കെ ദൈവം കണ്ടതോർത്ത്, നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഓർത്ത് ഉയർത്തി ഒന്ന് കർത്താവിന് സ്തോത്രം ചെയ്യാമോ? കാലം എല്ലാം ഉണ്ടാകുന്നതിന് മുൻപ്, നമ്മൾ ജനിക്കുന്നതിന് മുൻപ്, സൃഷ്ടിപ്പിനു മുൻപ്, സമയത്തിനു മുൻപ്, അനാദി നിത്യതയിൽ ഒരു പദ്ധതിയിൽ അവിടുന്ന് ഏഴകളായ നമ്മളെയും കണ്ടതോർത്ത് എൻ്റെ കർത്താവിന് ഞാൻ മഹത്വം കരയറ്റുകയാണ്. സകല കാലത്തിനും മുൻപ്, ശ്രദ്ധിക്കണേ, സകല കാലത്തിനു മുൻപ് എന്താ? ക്രിസ്തുയേശുവിൽ. അപ്പം അവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ക്രിസ്തുയേശു സകല കാലത്തിനും മുൻപുള്ളവനാണ്. ദ പ്രീ എക്സിസ്റ്റൻസ് ഓഫ് ക്രൈസ്റ്റ് ജീസസ്. ക്രിസ്തുയേശുവിൻ്റെ പൂർവാസ്തിത്വത്തെയും നിത്യാസ്തിത്വത്തെയും വെളിപ്പെടുത്തുന്ന വാക്യങ്ങളാണ്. ക്രിസ്തുവിന്റെ ആരംഭം ബത്ലഹേമിലല്ല. ക്രിസ്തുവിന്റെ ആരംഭം 2000 വർഷം മുൻപ് അവിടുത്തെ കന്യകാ ജനനത്തിലല്ല. ക്രിസ്തുവിന്റെ ആരംഭം എന്ന് പറഞ്ഞാൽ അവിടുത്തേക്ക് ആരംഭമില്ലാത്ത നിത്യനായ ദൈവമാണ്. ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം ത്രിയേകനാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്ന് വസിക്കുന്ന ത്രിയേക. സാരാംശത്തിൽ ഒന്ന്, 3 വ്യക്തികളായി നിത്യയുഗങ്ങൾ, എന്നേക്കും ആരംഭമില്ല അവസാനമില്ല നിലകൊള്ളുന്ന സ്വയം സ്ഥിതനായ നിത്യനായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ ദൈവം പിതാവായ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി, ആ കൃപ, പിതാവായ ദൈവത്തിന്റെ കൃപയും നന്മയും ആവസിച്ചിരുന്നത്, the grace was resident in the person of Christ Jesus before all time. അതാണ് ഈ വാക്യം പറയുന്നത്. ഇംഗ്ലീഷ് പരിഭാഷ ഞാൻ ഒന്ന് വായിക്കുമ്പോൾ അത് വ്യക്തമാകും. 9-ാം വാക്യം എന്താ പറയുന്നത്? ഇംഗ്ലീഷ് പരിഭാഷയിൽ
ദിസ് ഗ്രേസ് വാസ് ഗിവൻ അസ് ഇൻ ക്രൈസ്റ്റ് ജീസസ് ബിഫോർ ദ ബിഗിനിങ് ഓഫ് ടൈം. എന്ന് പറഞ്ഞാൽ ക്രിസ്തു യേശു എന്ന വ്യക്തിയിൽ, ത്രിയേക ദൈവത്തിലെ രണ്ടാമത്തെ ആളത്വത്തിൽ ഈ ദൈവകൃപ വസിക്കുകയായിരുന്നു നിത്യത മുഴുവനും. കൃപ വെളിപ്പെട്ട ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. പക്ഷെ ആ കൃപ 2000 വർഷം മുൻപ് ഉണ്ടായി വന്ന ഒരു കൃപയല്ല. ദൈവം നിത്യനായിരിക്കുന്നത് പോലെ അവിടുത്തെ കൃപ റെസിഡന്റ് ആയിരുന്നത്, വസിച്ചിരുന്നത്, ആ കൃപ താമസിച്ചിരുന്ന ഒരു ഇടമായിട്ട് പൗലോസ് പറയുകയാണ്. ക്രിസ്തു യേശുവിൽ, ഇൻ ദ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ്, ഗോഡ്സ് ഗ്രേസ് വാസ് റെസിഡന്റ്. എന്താ ഞാൻ ഇത്ര എടുത്തു പറയുന്നത്? കാരണം ഇന്ന് പലരും ചിന്തിക്കുന്നത് യേശു കർത്താവ് ആരംഭിച്ചത് എവിടാ? കന്യകാജനനത്തില. ഇപ്പൊ ഞാനൊരു കാര്യം ചേർത്ത് പറയാം, നമ്മുടെ മനസ്സിനെ ഉണർത്തുവാനും ചില ചരിത്ര യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ക്രിസ്മസ് അപ്പൂപ്പൻ എവിടുന്ന് വന്നു? സാന്റാക്ലോസ് എവിടുന്ന് വന്നു? എല്ലാവരുടെ ശ്രദ്ധയുണ്ടല്ലോ. അത് 19-ാം നൂറ്റാണ്ടിൽ കൊക്കക്കോള കമ്പനി ഒരു കൊമേഴ്ഷ്യൽ ലക്ഷ്യത്തോടെ അവര് മോഡിഫൈ ചെയ്ത് അവരുണ്ടാക്കിയതല്ല. ശരിക്കും സാന്റാക്ലോസ് എന്ന് പറയുന്നത് സെയിന്റ് നിക്കലസ് എന്ന് പറയുന്നത് 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഭക്തനായ ഒരു ദൈവദാസന്റെ പേരാണ്. ആ വ്യക്തിയുടെ ആ സ്വഭാവവും നന്മയും പരമ്പരാഗതമായി ഓർപ്പിച്ചുണർത്തുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ്. അല്ലാതെ ഒരു കാര്യം ചേർത്ത് പറയാം, ഈ ക്രിസ്മസ് സംബന്ധമായ പല കാര്യങ്ങൾ പേഗനാണ്, ജാതിക പശ്ചാത്തലത്തിൽ നിന്ന് വന്നതാണെന്നുള്ള വലിയ വാദമൊക്കെ ഉണ്ട്. നിങ്ങൾ എന്നോട് വ്യക്തിപരമായി സമീപിച്ചാൽ മതി. ഇതൊന്നും പേഗനല്ല, ഇതെല്ലാം ക്രിസ്ത്യനാ. ഞാൻ പറയുന്നത് വളരെ കെയർഫുൾ ആയിട്ടാണ്, വളരെ റിസർച്ച് ചെയ്തിട്ടാണ് പറയുന്നത്. എൻ്റെ വിഷയം ഇന്ന് അതല്ല. ഇത് ജാതിക ചില കടങ്കഥകളെ എടുത്തുണ്ടാക്കിയതാണെന്ന് പറയുന്നുണ്ട്. ഇതെങ്ങനെ ആഘോഷിക്കണം നോക്കി, ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിൽ അത് നമ്മുടെ ക്രിസ്തീയ സ്വാതന്ത്ര്യമാണ്, ക്രിസ്ത്യൻ ലിബർട്ടിയാണ്. പക്ഷെ ആരും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കരുത് ഇത് സാറ്റർനീലിയാണെന്നോ വിന്റർ സോൾസ്റ്റിസ് ആണോ. ഇതൊന്നും ജാതിക കടങ്കഥകളല്ല. ക്രിസ്തീയ വിശ്വാസത്തിൽ ആരംഭം മുതൽ, ഇന്ന് ഞാൻ അതാ കാണിക്കുന്നത്, ക്രിസ്തുവിൻ്റെ വരവിന്, 1-ാം വരവിന് അവർ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. ഇപ്പൊ ഞാൻ പറയുന്ന വിഷയം ക്രിസ്തുവിന്റെ പൂർവാസ്തിത്വമാണ്. അതിനോട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയാൻ പോകുക. എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം, ചെറുപ്പക്കാരൊക്കെ ഇത് ശ്രദ്ധിക്കണം. സാന്റാക്ലോസ് എന്ന വിഷയം എന്താ? സാന്റാക്ലോസ് ആരാ? സെയിന്റ് നിക്കലസ് ഓഫ് മൈറ. 3-ാം നൂറ്റാണ്ടിൽ വലിയൊരു ഡിബേറ്റ് ഉണ്ടായി. ഞാൻ വളരെ സംക്ഷിപ്തമായി പറയുകയാണ്. അറിയൂസ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, യേശു കർത്താവ് ദൈവമാണെന്നൊക്കെ അംഗീകരിക്കുന്നതിൽ എനിക്ക് കുഴപ്പമില്ല, പക്ഷേ യേശു കർത്താവ് നിത്യനാണെന്ന് പറയുമ്പോൾ എനിക്കത്. ഏരിയസിന്റെ വാദം എന്ന് പറയുന്നത് പിതാവായ ദൈവം നിത്യനാണ്, പക്ഷെ യേശു കർത്താവ് എന്തല്ല, നിത്യനാണെന്ന് ഞാൻ എന്ത് ചെയ്യുന്നില്ല. എന്നിട്ട് താൻ പാട്ടുകൾ എഴുതി തൻ്റെ ദുരുപദേശത്തെ സ്ഥാപിക്കുവാൻ കടങ്കഥകൾ ഉണ്ടാക്കി, എഴുത്തുകൾ എഴുതി അന്നത്തെ സഭകളെ മലിനമാക്കാൻ തുടങ്ങിയപ്പോൾ അന്നത്തെ ദൈവദാസന്മാർ പറഞ്ഞു, ഇങ്ങനെ പോയാൽ പറ്റത്തില്ല, അരിയൂസിന്റെ ഉപദേശത്തെ ഖണ്ഡിച്ചേ പറ്റത്തുള്ളൂ. അതിന് കൂടിയ സുനഗദോസ നിക്കിയ സുനഗദോസിൽ വലിയ ചർച്ചകൾ നടന്നു. അതിൽ 2 വശങ്ങളുണ്ട്. അത് ഞാൻ ഒന്ന് സൂചിപ്പിച്ച് മുൻപോട്ട് പോകാം. അഥനേഷ്യസ് എന്ന് പറഞ്ഞ ഒരു ദൈവ മനുഷ്യൻ ഉണ്ടായിരുന്നു. ആ മനുഷ്യൻ പറഞ്ഞു, ബൈബിളിൽ നിന്ന്, തിരുവെഴുത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ക്രിസ്തു പൂർവാസ്തിത്വമുള്ളവനാ എന്ന് പറഞ്ഞാൽ യോഹന്നാൻ 1:1 ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം നിത്യമാ. 1:14 ആ വചനമാണ് ജഡമെടുത്ത് യേശുക്രിസ്തു എന്ന് നാം മനസ്സിലാക്കുന്ന നിത്യ വ്യക്തിത്വമാണ് കർത്താവായ യേശുക്രിസ്തു എന്ന ബൈബിളിന്റെ വെളിപ്പാട്. അന്നത്തെ ചക്രവർത്തി ക്രിസ്തീയ വിശ്വാസത്തിൽ പുതുവിശ്വാസിയായ കോൺസ്തന്തീനോസും അവിടെ പങ്കാളിയ. അദ്ദേഹത്തിന് അഭിപ്രായം ഒന്നും പറയാൻ പറ്റത്തില്ല, അദ്ദേഹം അവിടെ അറ്റൻഡ് ചെയ്യുക. ചിലർ ചിന്തിക്കുന്ന കോൺസ്തന്തീനോസ് ആണ് ഇതൊക്കെ തീരുമാനിച്ചത്, അത് ശുദ്ധ അബദ്ധം. അതേ അവിടെ ഒരു പങ്കാളിയ.
ആ മീറ്റിംഗ് കൂടിയ കോൺസ്റ്റന്റീനോസ് അഥനേഷ്യസിനോട് പറഞ്ഞു, എല്ലാ ലോകവും നിനക്കെതിരാ. എല്ലാവരും പറയുന്നത് യേശു നിത്യനല്ല, യേശു കന്യകാജനനത്തിലാണ്. അഥനേഷ്യസ് എന്താ പറഞ്ഞെന്നറിയാമോ? എല്ലാ ലോകവും എനിക്കെതിരാണെന്നല്ല, ഞാൻ സകല ലോകത്തിനും ലോകർക്കെല്ലാം എതിരാണ്. ഞാൻ സത്യത്തിനു വേണ്ടി നിൽക്കുന്നു. യേശു നിത്യനാണ്, അതിന് ഒരു കോംപ്രമൈസും ഇല്ല. ലോകം മൊത്തം എനിക്കെതിരായി നിന്നാലും, ഈ ഉപദേശ സത്യത്തിന് എൻ്റെ തല പോയാലും, ഐ ആം അഗെയിൻസ്റ്റ് ദ വേൾഡ്. ലത്തീനിലൊരു പ്രയോഗമുണ്ട്, അഥനേഷ്യസ് കോൺട്രാ മുണ്ടം. അഥനേഷ്യസ് ലോകത്തിനെതിര്, ലോകമല്ല അഥനേഷ്യസിനെതിര്, അഥനേഷ്യസ് ലോകത്തിനെതിരായി നിൽക്കും. അതാകട്ടെ എല്ലാ ക്രിസ്തീയ വിശ്വാസിയുടെയും വിശ്വാസ പ്രഖ്യാപനം. ലോകമെതിരായാലും ഈ പുസ്തകത്തിലെ ഒരു ഉപദേശത്തിനും അണുവിട മാറ്റമില്ല. പക്ഷെ ആ കൂട്ടത്തിൽ ആവേശമുള്ള ഒരാളുണ്ടായിരുന്നു. അഥനേഷ്യസ് താർക്കികമായി വചനത്തിലെ വാക്യങ്ങൾ എടുത്ത് തെളിയിക്കുമ്പോൾ, ഈ ചർച്ചകൾ മുൻപോട്ട് പോയപ്പോൾ ചരിത്രം പറയുന്നത്, അറിയൂസിന്റെ ദുരുപദേശം സഹിക്കാൻ വയ്യാതെ ഒരു വ്യക്തി ചെന്ന് അറിയൂസിന് നല്ലൊരു അടി കൊടുത്തു. ആ അടി കൊടുത്ത വ്യക്തിയുടെ പേരാണ് നിക്കോളസ്. അറിയൂസിന്റെ ദുരുപദേശം കേട്ടിട്ട് അവന് കലി കയറി അറിയൂസിന് തല്ല് കൊടുത്ത വ്യക്തിയാണ്. ഞാൻ പറയുന്ന എല്ലാം ചരിത്ര സത്യങ്ങളാ. ആ നിക്കോളസിനെയാണ് ഇന്ന്, നിക്കോളസ് എടുത്ത നടപടിയോട് എനിക്ക് യോജിപ്പില്ല. ദുരുപദേശത്തെ കൈകാര്യം ചെയ്യേണ്ടത് കായികമായിട്ടല്ല, വചനം വെച്ച് ദുരുപദേശത്തെ മിണ്ടാതാക്കണമെന്നാണ് ഇടയലേഖനങ്ങളിൽ പറയുന്നത്. പക്ഷെ നിക്കോളസിന് അറിയൂസിന്റെ ഈ പ്രസംഗവും പ്രസ്താവനയും ഉപദേശം കേട്ടിട്ട് അത് സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഒരു നല്ല പൊട്ടിരി കൊടുത്തു. അതാണ് നിക്കോളസ് ഓഫ് മൈറ. ആ നിക്കോളസ് ആണ് ഇന്ന് ആരായി മാറിയിരിക്കുന്നത്? എന്നാ സാന്റാക്ലോസ് എന്ന് പറഞ്ഞ് ഈ ഒരു സങ്കല്പ കഥാപാത്രത്തെ ലോകം ഇങ്ങനെ കൊണ്ട് പൊക്കി നടക്കുമ്പോൾ, ദൈവമക്കൾ, കൃപ പ്രാപിച്ചവർ, വചനമറിയാവുന്നവർ മനസ്സിലാക്കണം, അതൊരു തെളിവാണ് ക്രിസ്തുവിന്റെ പൂർവാസ്തിത്വത്തിന് വേണ്ടി പൊരുതിയ ഒരു സഭയുടെ, ഒരു സഭാ പിതാവിന്റെ പേരാണ് ശരിക്കും, ആ വ്യക്തിയുടെ ഓർമ്മയാണ് ശരിക്കും എന്തായി മാറിയത്. ഞാൻ വളരെ മുൻപോട്ട് പോകട്ടെ. ടെക്സ്റ്റിൽ നിന്ന് ചില കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ എന്താ ചിന്തിക്കുന്നത്? ഇപ്പോഴോ എന്ന് പറഞ്ഞാൽ അത് ഒരു കോൺട്രാസ്റ്റാ. എന്തുമായിട്ടുള്ള കോൺട്രാസ്റ്റാ? സകല കാലത്തിനു മുൻപ് ക്രിസ്തു യേശുവിൽ പറഞ്ഞാൽ, ക്രിസ്തു യേശു വെളിപ്പെട്ടപ്പോൾ, ഭൂമിയിൽ വന്നപ്പോൾ ആരംഭിച്ച ഒരു കഥാപാത്രമല്ല, കന്യകാജനനത്തിൽ ആരംഭിച്ചവനല്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റാ. ബാംഗ്ലൂരിലെ ഒരു വലിയ സഭയിലെ പാസ്റ്റർ എൻ്റെ സ്നേഹിതനോട് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞ കാര്യം സംസാരിച്ച് വന്നപ്പോൾ പറയാണ്, ബൈബിളൊക്കെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ യേശു കർത്താവ് കന്യകാജനനത്തിന് മുൻപുണ്ടായിരുന്നെന്ന് എനിക്ക് അത്ര. എന്നോട് നമുക്കറിയാവുന്നൊരു ദൈവദാസൻ കഴിഞ്ഞ മിനിഞ്ഞാന്ന് നേരിട്ട് പറഞ്ഞതാ. താൻ ബാംഗ്ലൂരിലൊക്കെ പ്രവർത്തിച്ച ദൈവദാസനെ നമ്മുടെ നടുവിലൊക്കെ ഒന്ന് ശുശ്രൂഷിച്ചിട്ടുണ്ട്. ബാംഗ്ലൂരിൽ ഒരു വലിയ ദൈവദാസൻ തന്നോട് പറഞ്ഞു, ഞാൻ ബൈബിളിലൊക്കെ വിശ്വസിക്കുന്ന യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്ന എനിക്ക് തെറ്റൊന്നുമില്ല, പക്ഷേ യേശു നിത്യൻ അല്ലെങ്കിൽ കന്യകാജനനത്തിന് മുൻപ് യേശു ഉണ്ടെന്ന് എനിക്ക്, അത് മറ്റുപദേശങ്ങളാണ്, പല വകുപ്പുണ്ട്, അവിടെ ഒന്നും ഞാൻ പോകുന്നില്ല. യേശുനാമക്കാർ ഉണ്ട്, യഹോവ സാക്ഷികളുണ്ട്, ഇങ്ങനെ യേശുവിൻ്റെ നിത്യാസ്തിത്വത്തെ നിഷേധിക്കുന്ന ഒത്തിരി കൂട്ടം നമ്മുടെ നാട്ടിലുണ്ട്. അതൊക്കെ തിരിച്ചറിയണം. സത്യ ഉപദേശം എന്താണെന്ന് തിരുവെഴുത്തിൽ നിന്ന് ബോധ്യം നേടി അഥനേഷ്യസിനെ പോലെ കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിനും മനുഷ്യത്വത്തിനും പൂർവാസ്തിത്വത്തിനും നിത്യാസ്തിത്വത്തിനും വേണ്ടി നിലനിൽക്കുന്ന ഒരു കൂട്ടമായി നമ്മൾ മുന്നേറണം. ഇപ്പോഴോ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ക്രിസ്തുവേശു ചരിത്രത്തിൽ വന്നതെങ്ങനെയാണെന്ന് 10-ാം വാക്യത്തിൽ പറയുന്നതിന് മുൻപ് 9-ാം വാക്യത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ഹി ഈസ് നോട്ട് ജസ്റ്റ് എ ഹ്യൂമൻ ബീങ്, ഹി ഈസ് നോട്ട് ജസ്റ്റ് എ റബായ്, ഹി ഈസ് നോട്ട് ജസ്റ്റ് എ ഗുഡ് ടീച്ചർ, ഹി ഈസ് നോട്ട് ജസ്റ്റ് എ ഡെമി ഗോഡ്. യഹോവ സാക്ഷികൾ പറയുന്നത് പോലെ വചനവും ഒരു ദൈവമായിരുന്നു എന്നല്ല, അവിടുന്ന് സാക്ഷാൽ ദൈവമാണ്, അവിടുന്ന് നിത്യനാണ്, ആരംഭമില്ലാത്തവനാണ്. നാം ആരാധിക്കുന്ന യേശു കർത്താവെന്ന് ഇന്ന് എല്ലാവരും തിരിച്ചറിയണം. ദൈവകൃപ സ്വാംശീകരിച്ചത്, സമ്മേളിച്ചത് നിത്യതയിൽ, അനാദി നിത്യതയിൽ, കാലത്തിന് മുൻപ്
ക്രിസ്തുവില. പക്ഷെ ആ ദൈവകൃപ, ആ ദൈവിക പദ്ധതി, ആ ദൈവിക തെരഞ്ഞെടുപ്പ് നമ്മളിലേക്ക് വരണമെങ്കിൽ അങ്ങനെ നിലനിന്നാൽ പോരായിരുന്നു. ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണ് 10-ാം വാക്യത്തിൽ പറയുന്നത്. ആ ദൈവകൃപ അനാദി നിത്യത ക്രിസ്തുവിൽ സമ്മേളിച്ച് നിൽക്കുക മാത്രമല്ല, ആ ക്രിസ്തു എപ്രകാരം മാനവകുലത്തിലേക്ക് ഇറങ്ങി വന്നു. 10-ാം വാക്യം വായിച്ചാലും, ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുയേശുവിന്റെ പ്രത്യക്ഷതയാൽ. അവിടെ നിൽക്കണം. ഇംഗ്ലീഷ് പരിഭാഷയുടെ ഒരു ഓർഡറാണ് ഞാൻ അല്പം കൂടെ താല്പര്യപ്പെടുന്നത്. അവിടെ ആദ്യം പറയുന്നത്, ഇപ്പോഴോ നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുയേശുവിന്റെ പ്രത്യക്ഷതയാൽ. ആ വാക്കൊന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാൽ. അതിനു മുൻപുള്ള ആ ഭാഗം നമ്മൾ ചിന്തിക്കും. ആ പ്രത്യക്ഷതയിൽ കിട്ടിയ സാധ്യതകൾ എന്താണെന്നാണ് മലയാളത്തിൽ 10-ാം വാക്യത്തിന്റെ ആരംഭത്തിൽ പറയുന്നത്. എൻ്റെ കൂടെ നിങ്ങളെല്ലാം വേണം. ഇപ്പോഴോ ക്രിസ്തുയേശുവിന്റെ പ്രത്യക്ഷതയാൽ. ആ പ്രത്യക്ഷത എന്ന വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ്. ഇന്ന് ആ വാക്കൊന്ന് നിങ്ങളുടെ മുൻപിൽ അയവിറക്കുവാൻ, ഒന്ന് അത് എക്സ്പ്ലെയിൻ ചെയ്യുവാൻ ദൈവകൃപയിൽ ഞാൻ ആശ്രയിക്കുക. പ്രത്യക്ഷത, ക്രിസ്തുയേശുവിന്റെ പ്രത്യക്ഷതയാൽ എന്ന് പറഞ്ഞാൽ യേശു കർത്താവിൻ്റെ 1-ാം വരവ്. ഈ പ്രത്യക്ഷത എന്ന വാക്ക് പുതിയ നിയമത്തിൽ വളരെ വിരളമായി കാണുന്ന ഒരു വാക്ക്. 6 മാത്രമേ ഈ പ്രത്യക്ഷത എന്ന വാക്ക് നമ്മൾ കാണുന്നുള്ളൂ. അതിൽ 5 ഇടയലേഖനങ്ങളാണ്. പാസ്റ്റോറൽ എപ്പിസിൽസിൽ പൗലോസിന്റെ അവസാന ലേഖനങ്ങളുടെ ഒരു പ്രത്യേക ശൈലിയാണ് പ്രത്യക്ഷത. അത് 2 അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സമയം അനുവദിക്കുന്നെങ്കിൽ നമ്മൾ അവിടേക്ക് വരും. ആ 2 അർത്ഥവും നമുക്ക് ചിന്തിക്കണം. 1-ാമത്തെ അർത്ഥമാണ് ഇന്ന് മെയിനായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യക്ഷത, എപ്പിഫാനിയ. എപ്പിഫാനിയ, ആ വാക്ക് വളരെ നോട്ട് ചെയ്യണം. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നു, ജനിച്ചു, കന്യകാജനനം, നിത്യാസ്തിത്വം, പൂർവാസ്തിത്വം ഒക്കെ വിശ്വസിക്കുമ്പോൾ അതിനെ അൺലോക്ക് ചെയ്യുന്ന, അതിനെ വെളിപ്പെടുത്തുന്ന ഒരു വാക്കാണ് എപ്പിഫാനിയ. ഇടയലേഖനത്തിൽ യേശു കർത്താവിൻ്റെ 1-ാം വരവിനും 2-ാം വരവിനും ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. 4-ാമത്തെ 1-ാം വാക്യം വായിച്ച്, ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നു. അവന്റെ പ്രത്യക്ഷതയും നോക്കി, അവിടെ ആ വാക്കുണ്ട്. പക്ഷെ അവിടെ ആ പ്രത്യക്ഷത എന്ന വാക്ക് കാണിക്കുന്നത് നടന്ന കാര്യമല്ല, യേശു കർത്താവിന്റെ കന്യകാജനനമല്ല. 4:1 അർത്ഥം എന്താ? അവന്റെ പ്രത്യക്ഷതയും രാജ്യവും സംബന്ധിച്ച് ഞാൻ സത്യം ചെയ്ത് നിന്നോട് പറയുന്നത് എന്ന് പറയുമ്പോൾ അവിടുത്തെ ഏത് വരവാ? 2-ാം വരവിന്റെ സൂചകമാണ്. 4:8 വാക്യത്തിലും ഉണ്ട്, എനിക്ക് മാത്രമല്ല തൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും. പ്രത്യക്ഷത എന്നാ ഒരു പാസ്റ്റ് അപ്പിയറൻസ് ഉണ്ട്, ഒരു ഫ്യൂച്ചർ അപ്പിയറൻസ് ഉണ്ട്. ഒരു ഭൂതകാല പ്രത്യക്ഷതയുണ്ട്, ഒരു ഭാവികാല. ഇന്ന് ആ ഭൂതകാല പ്രത്യക്ഷതയിലേക്കാണ് നമ്മുടെ മനസ്സുകളെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നോക്കിയേ, എപ്പിഫാനിയ, ദൈവകൃപ അനാദി നിത്യത മുതൽ ക്രിസ്തുയേശുവിലാണ് സാംശീകരിച്ചത്. ക്രിസ്തു നിത്യനാണ്, ക്രിസ്തു ആരംഭമില്ലാത്തവനാണ്. പക്ഷേ ഇപ്പോൾ ചരിത്രത്തിന്റെ ഈ ഏടിൽ, ഈ 1-ാം നൂറ്റാണ്ടിൽ പൗലോസ് എഴുതുന്ന ഈ കാലഘട്ടത്തിൽ ഒരു സംഭവം നടന്നു. ചരിത്രത്തെ മാറ്റിമറിച്ചൊരു സംഭവം. കാലഘട്ടത്തെ നമ്മുടെ ഇന്നത്തെ തലത്തിൽ നിന്നുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ AD എന്നും BC എന്നും കലണ്ടറിനെ 2ആയി തിരിച്ച ഒരു സംഭവമാണ് ക്രിസ്തുവിന്റെ 1-ാമത്തെ പ്രത്യക്ഷത. ഈ വാക്കൊന്ന് ശ്രദ്ധിക്കണം. ഒന്ന് എൻ്റെ കൂടെ നിങ്ങൾ ഈ വാക്ക് മനസ്സിലാക്കുവാൻ ഒന്ന് വരണം. ഈ പ്രത്യക്ഷത എന്ന് പറയുമ്പോൾ പൗലോസ് കണ്ടുപിടിച്ച ഒരു വാക്കല്ല. ആ കാലത്ത്
നിലവിലുള്ള ഒരു വാക്ക എന്ന് പറഞ്ഞാൽ ആ കാലത്തിലെ മറ്റെഴുത്തുകളിലും പ്രത്യക്ഷത, എപ്പിഫാനിയ എന്ന വാക്കുണ്ട്. അത് രണ്ടർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചിരുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. എപ്പിഫാനിയ എന്ന വാക്ക് രണ്ടർത്ഥത്തിലാണ് ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചത്. ഒന്ന്, ദേവന്മാർ, ദേവിമാർ, ഗോഡ്സ് ആൻഡ് ഗോഡസസ് പ്രത്യക്ഷരായി. ഒരു ഉദാഹരണം പറഞ്ഞാൽ, സൗഖ്യത്തിന്റെ ദൈവം അസ്കലേപ്പിയോസ് പ്രത്യക്ഷനായതുകൊണ്ട് തൻ്റെ പ്രത്യക്ഷതയാൽ ഒത്തിരി പേർക്ക് സൗഖ്യം കിട്ടി എന്ന് അന്നത്തെ ഒരു രേഖയിൽ പറയുന്നത്. ദേവന്മാരുടെ പ്രത്യക്ഷതയ്ക്ക് ഉപയോഗിച്ച വാക്കാണ് എപ്പിഫാനിയ. രണ്ടാമത്തെ ഉപയോഗമാണ് വളരെ പ്രസക്തം. രണ്ടാമത്തെ ഉപയോഗം റോമൻ സാമ്രാജ്യത്തിലെ ചക്രവർത്തിമാർക്ക്, കൈസർമാർക്ക് ഉപയോഗിച്ച പ്രയോഗമാണ് എപ്പിഫാനിയ. റോമൻ കൈസർ ഒരു നാട്ടിലേക്ക് എഴുന്നള്ളി വന്നാൽ, ഒരു കൈസർ കുടുംബത്തിൽ അടുത്ത അനന്തരാവകാശി ജനിച്ചാൽ, ആ ജനിച്ച പൈതൽ വളർന്ന് രാജ്യസ്ഥാനത്തിലേക്ക് കയറിയാൽ, യുദ്ധം ജയിച്ച് മടങ്ങി വന്നാലൊക്കെയും ഒരു നാട്ടിൽ രാജാവ് എഴുന്നള്ളി വന്നാൽ അവരെപ്പോഴും ഉപയോഗിച്ച വാക്ക്, കൈസർ, ഞങ്ങളുടെ ചക്രവർത്തി എഴുന്നള്ളി വരുന്നു എന്ന് മലയാളത്തിൽ പറയുന്നത് പോലെ അവർ പറയുന്ന വാക്കാണ് എപ്പിഫാനിയ. എപ്പിഫാനിയ എന്ന് പറയാൻ കാരണം, ഈ കത്തെഴുതുന്ന പൗലോസ് എഫെസോസിലെ ഒരു പാസ്റ്ററിന് എഴുതുകയാണ്. ഇപ്പം ഞാൻ കേരളത്തിൽ ജീവിക്കുക, ഇപ്പം മലയാളക്കരയിൽ ജീവിക്കുന്ന എനിക്കൊരാൾ കത്ത് എഴുതുമ്പോൾ, എന്തെങ്കിലും എഴുതുമ്പോൾ, ഞാൻ ജീവിക്കുന്ന ആ പശ്ചാത്തലം വെച്ചാണ് ഞാനത് വായിക്കുന്നത്. ഈ ഇന്നത്തെ പൊളിറ്റിക്കൽ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. ഇന്നലെ കണ്ട വാർത്തയൊക്കെ ഞാൻ മനസ്സിൽ കൊണ്ടുകൊണ്ടാണ് ഇന്ന് ഈ വചനം കേൾക്കുന്നത്. ഞാൻ ജീവിക്കുന്ന പശ്ചാത്തലം എൻ്റെ കേൾവിയെയും എൻ്റെ വായനയും ഒക്കെ ബാധിക്കുന്നു, സ്വാധീനിക്കുന്നു. പറഞ്ഞതിൻ്റെ താല്പര്യം, ഈ എഫെസോസ് പട്ടണത്തിലെ ഒരു കല്ലിൽ എഴുതിയ ലിഖിതം കണ്ടെത്തിയതിൽ ഇങ്ങനെ ഒരു വാക്കുണ്ട്. ജൂലിയസ് സീസറിനെ കുറിച്ച് ഇങ്ങനെയാ പറയുന്നത്: ദൈവം പ്രത്യക്ഷനായി, ദൈവത്തിൻ്റെ പ്രത്യക്ഷതയാണ് കൈസർ, സകല ജീവികളുടെയും രക്ഷകനാണ് കൈസർ. ഇങ്ങനൊരു കൊത്തിയ കല്ലിലെഴുത്ത് ഭൂഗവേഷണ ശാസ്ത്രജ്ഞർ കണ്ടെത്തി. എഫെസോസിൽ നിന്ന്, ആ പട്ടണത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, അന്നത്തെ ലോകത്തിൽ പ്രത്യക്ഷത, രക്ഷകൻ എന്നൊക്കെ പറയുമ്പോൾ അവർ കൈസറുമായിട്ടാണ് ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നത്. കൈസറിന്റെ വലിമ, കൈസറിന്റെ പ്രൗഢഗംഭീരമായ വരവ്, ആ നാട്ടിലേക്ക് കൈസർ ഇന്ന വർഷം വന്നു. കൈസർ എന്ന ഈ ജൂലിയസ് കൈസർ കൊല്ലപ്പെടുന്നതിന് 5 വർഷം മുൻപ് എഫെസോസിൽ വന്നതിന്റെ രേഖയാണിത്. സകല ജീവികളുടെയും രക്ഷകനായ കൈസർ ഞങ്ങളുടെ നാട്ടിൽ പ്രത്യക്ഷൻ. എന്താ ഞാൻ ഇത് പറയുന്നത്? പൗലോസ് പറയുകയാണ്, കൈസറിന്റെ പ്രത്യക്ഷതയല്ല എഫെസോസിന്റെ ചരിത്രത്തിലെ നാഴികക്കല്ല്. കൈസറിന്റെ പ്രത്യക്ഷതയല്ല, ജനനമല്ല, ജയമല്ല, ആ കൈസറിന്റെ പരാക്രമങ്ങളല്ല, റോമൻ സാമ്രാജ്യത്തിന്റെ സ്വർണലിഖിതമായ ദിവസമോ നാഴികക്കല്ലോ. ചരിത്രത്തിന്റെ നാഴികക്കല്ലെന്ന് പറയുന്നത് ദൈവം മനുഷ്യനായി ജഡത്തിൽ ക്രിസ്തുവിൽ വെളിപ്പെട്ടതാണ് ഏറ്റവും വലിയ പ്രത്യക്ഷത. ആ പ്രത്യക്ഷതയുടെ 3 മഹത്വങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ആ പ്രത്യക്ഷതയുടെ താഴ്ച. കൈസറിന്റെ പ്രത്യക്ഷതയാണ് എഫെസോസ് പട്ടണത്തിലെ വലിയൊരു ഇവന്റ്. എഫെസോസിൽ നിന്ന് കണ്ടെത്തിയ രേഖകളിലെ ഏറ്റവും വലിയ രേഖയാണ് കൈസർ പ്രത്യക്ഷനായത്. ആ പ്രത്യക്ഷത വലിയ പ്രൗഢഗംഭീരമായ വലിയ വരവേൽപ്പും അകമ്പടി, പട്ടാള അകമ്പടിയോടുകൂടിയുള്ള ആ വരവേൽപ്പുകളാണ്. പക്ഷെ പൗലോസിന് പറയാനുള്ള പ്രത്യക്ഷത നാടിനെ ഇളക്കി മറിച്ച് ഒരു ഓളമുണ്ടാക്കിയ ഒരു പ്രത്യക്ഷതയല്ല. രാത്രിയുടെ നിശബ്ദതയിൽ തലചായ്പാൻ ഇടമില്ലാത്ത ഒരുവൻ കന്യകയിൽ നിന്ന് ഭൂജാതനായി ഭൂമിയിൽ ജനിച്ച ഒരു താഴ്ചയുള്ള പ്രത്യക്ഷതയാണ് പൗലോസ് ഉയർത്തി കാണിക്കുന്നത്.
യേശു കർത്താവിൻ്റെ ജനന സംബന്ധമായ അനുഭവങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. സത്രത്തിൽ ഇടം കണ്ടെത്താൻ കഴിയാത്ത ഒരു ചക്രവർത്തിയുടെ ജനനത്തോട് ഒട്ടും തുലനം ചെയ്യാൻ കഴിയാത്ത ഏറ്റവും താഴ്ചയുള്ള, ഏറ്റവും അധമമായ റോമൻ ആ ചട്ടക്കൂടിൽ ഇസ്രയേൽ സംസ്കാരത്തിലെ ഒരു താഴേക്കിടയിൽ കിടക്കുന്ന തച്ചനായ യോസേഫും ഒരു വളരെ പ്രായം കുറഞ്ഞ ഒരു കന്യകയായ മറി എന്ന മാറ എന്ന കയ്പെന്നു പേരുള്ള പെൺകുട്ടിയുടെയും വീട്ടിൽ ദൈവാത്മാവിനാൽ പുരുഷബന്ധം കൂടാതെ ഇതാ നിത്യനായ ദൈവം ജനിച്ചത്. അവിടുത്തെ താഴ്ചയിലാണ് അവിടുത്തെ മഹത്വം നാം കാണുന്നത്. ആ ജനനത്തിന്റെ താഴ്ചയാണ് നമ്മുടെ ഹൃദയങ്ങളെ കവർന്ന് ആ പാദോര വൃന്ദത്തിൽ വീണ് അവിടുത്തേക്ക് മഹത്വം കരറ്റുവാൻ ഇന്ന് പ്രഭാതവും നമ്മളെ പ്രേരിപ്പിക്കുന്നത്. കൈസറിന്റെ വരവേൽപ്പ് പോലെയല്ല, അഖിലാണ്ടത്തെ ഉണ്ടാക്കിയ ഉടയവൻ ഇതാ താണ് 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 ചുരുങ്ങി 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 ഒന്നുമില്ലാത്തവനായി, ഒന്നുമില്ലാത്ത ഒരു കുടുംബത്തിലേക്ക് ഒരു പ്രത്യേക മഹിമ നിറഞ്ഞ എടുത്തു പറയുവാൻ പറ്റിയ ഒരു പ്രൗഢഗംഭീരമായ വരവേൽപ്പും ലഭിക്കാതെ ജനിച്ച താഴ്മയുള്ള, താഴ്ചയിൽ പിറന്ന ഒരു ചക്രവർത്തിയാണ്, ഒരു ലോകത്തിന്റെ നാഥനാണ്, അഖിലാണ്ടത്തിന്റെ ഉടയവനെയാണ് നമ്മൾ സേവിക്കുന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ജീവിച്ച ഇഴാളി ഐപ്പ് ജേക്കബ് എന്ന് പറയുന്ന ഭക്തനായ മനുഷ്യൻ യേശു കർത്താവിന്റെ ഈ താഴ്ചയുള്ള എപ്പിഫാനിയെ നോക്കി പാടിയത് ഞാൻ എപ്പോഴും ഓർക്കും. പരമസമ്പന്നൻ ഈ ധരയിൽ ഏറ്റവും ദരിദ്രനായി തീർന്നു സ്വമനസാൽ. നിരുപമ പ്രഭയണിഞ്ഞവൻ പഴം തുണി ധരിച്ചത് ചെറിയ സംഗതിയല്ല, ചെറിയ സംഗതിയല്ല, ചെറിയ സംഗതിയല്ല. അവിടുത്തെ വലിമയാണ് ആ താഴ്ചയിൽ കൂടി നാം കാണുന്നത്. അഖിലാണ്ടത്തെ ഉണ്ടാക്കിയവൻ തന്റെ മലമൂത്ര വിസർജനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു ശിശുവായി ഈ ഭൂമിയിൽ പിറന്നതാണ് നമ്മൾ അനുഭവിക്കുന്ന ദൈവകൃപയുടെ മഹത്വം. ഓ, അത് വർണ്ണിക്കുവാൻ എനിക്ക് വാക്കുകൾ പോരാ. അവിടുത്തെ മഹത്വമാണ് അവിടുന്ന് താൻ ഇറങ്ങി വന്നത്. ദൈവകരുണയിൻ ധനമാ മഹാത്മ്യം നാവാൽ വർണ്ണ്യമല്ല, നാവ് കൊണ്ട് ചൊല്ലാൻ കഴിയത്തില്ല. ഈ എപ്പിഫാനിയയുടെ താഴ്ചയാണ് നമ്മളെ കവർന്ന ദൈവസ്നേഹം. നമ്മളിലേക്കൊരു ആപ്ലിക്കേഷൻ ഞാൻ നടത്തട്ടെ. ഈ താഴ്ചയിൽ വെളിപ്പെട്ടവന്റെ അനുയായികൾ എന്ന് പറയുന്ന നമ്മളിൽ ഈ താഴ്മ വെളിപ്പെടാറുണ്ടോ? പരമസമ്പന്നൻ ധരണിയിൽ ദരിദ്രനായി വന്നു എന്ന് നമ്മൾ പാടും. പാടാൻ എളുപ്പമാ. പക്ഷെ നമ്മുടെ നിഗളങ്ങളും സ്വയമെന്ന ഭാവവും നമ്മുടെ കുടുംബമഹിമയും നമ്മുടെ ആഠ്യത്വങ്ങളും നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെയും പരിചയത്തിൻ്റെയും അനുഭവത്തിൻ്റെയും ആ ഗമയും ആ ഒരു തലക്കനമൊക്കെ മാറ്റിവെച്ച് ഒന്ന് അടിയറവ് പറഞ്ഞ് ഈ ദൈവത്തിന് മുൻപിൽ വണങ്ങുവാൻ, അവനെ ആരാധിക്കുവാൻ, താഴ്മയിൽ നടപ്പുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പരമസമ്പന്നന്റെ താഴ്മ നാം കാണുമ്പോൾ നമ്മുടെ നിഗളങ്ങളെ ഉടയ്ക്കുന്നതാണ് അവിടുത്തെ ഇൻകാർണേഷനിൽ വെളിപ്പെട്ട ഈ താഴ്ച. നമ്മുടെ സ്വയം എന്ന ഭാവം, ക്ഷമിക്കാൻ കഴിയാത്ത മനോഭാവങ്ങൾ, ഞാൻ, എൻ്റെ ഇഷ്ടം, എൻ്റെ പദ്ധതി, ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് അല്ലേ? നമ്മുടേതായ സ്വയഭാവങ്ങളെ, സ്വയസ്നേഹങ്ങളെ തകർക്കുന്നതാണ് പരമസമ്പന്നന്റെ ഈ താഴ്ച. The lowliness of his epiphania, അവിടുത്തെ പ്രത്യക്ഷതയുടെ താഴ്മ. 2, ആ പ്രത്യക്ഷതയിൽ നമുക്ക് കിട്ടിയ ദാനങ്ങൾ എന്താ? 10-ാം വാക്യം ഒരിക്കൽ കൂടി വായിക്കാം. ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത. നോക്കിയേ, മരണം നീക്കി സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തിയ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. ഈ താഴ്ചയിൽ, അവിടുത്തെ ഈ എപ്പിഫാനിയായിൽ, അവിടുത്തെ ഈ പ്രത്യക്ഷതയിൽ നമുക്ക് കിട്ടിയ ദാനം എന്തുവാ?
എന്താണ് നമുക്ക് കിട്ടിയ അവിടുത്തെ ഔദാര്യമായ കൃപാദാനം? മരണത്തെ നീക്കി, മരണത്തെ നീക്കി. ജയം, ജയം എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് മരണം നീക്കി ജീവനും അമർത്യതയും. ജീവൻ എന്ന് മാത്രം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകാൻ പാടാ, കാരണം നമ്മളെല്ലാവരും ജീവിച്ചിരിക്കുകയല്ലേ. ആ ജീവൻ എന്ന് നമ്മൾ ഓർത്തു പോകും. അതുകൊണ്ട് ചേർത്ത് പറയുകയാണ്, അമർത്യത എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മാത്രമുള്ളൊരു ജീവൻ. അതാണ് യോഹന്നാൻ 1:4-5 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ പറയുന്നത്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു ബയോഗ്രഫി, ഒരു ജീവകഥ എഴുതുമ്പോൾ ഇന്നയാൾ ഇവിടെ ജീവിച്ചു, തൻ്റെ ഉള്ളിൽ ജീവൻ ഉണ്ടായിരുന്നു നമ്മൾ എഴുതുമോ? ജനിച്ച വ്യക്തിക്ക്, ജീവിച്ച വ്യക്തിക്ക് എന്തുണ്ട്? പക്ഷെ യേശു കർത്താവിനെ കുറിച്ച് എടുത്തു പറയുന്നത് അവനിൽ എന്തുണ്ടായിരുന്നു എന്ന് പറയാൻ കാരണം, നമ്മളെപ്പോലെ മൂക്കിൽ ശ്വാസം ഉണ്ടായിരുന്നെന്നല്ല, നിത്യജീവന്റെ ഉറവിടമാണ്. തീരാത്ത ജീവന്റെ, അമർത്യതയുടെ, നഷ്ടമാകാത്ത ദൈവിക ജീവന്റെ സോയേ, ആ ജീവൻ ദൈവത്തിന് മാത്രമുള്ള ജീവൻ. നിത്യജീവൻ എന്ന് പറയുമ്പോഴും ഇവിടെ പറയുന്ന ജീവനും യോഹന്നാൻ 10 പറയുന്ന സമൃദ്ധിയായ ജീവൻ എന്നൊക്കെ പറയുമ്പോൾ തെറ്റിദ്ധാരണ വേണ്ട. ചിലർ ചിന്തിക്കുന്നത് എന്തോ ഭൗതിക കാര്യത്തെക്കുറിച്ചാ, അല്ല ചിലർ ചിന്തിക്കുന്നത് നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ആ ദൈർഘ്യം, തീരാത്ത ജീവിതം. ദൈർഘ്യം ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. നിത്യജീവൻ എന്ന് പറയുമ്പോഴും ജീവനും അമർത്യത എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ജീവനാണെന്ന് അവിടുത്തെ അർത്ഥം. ദ കൈൻഡ് ഓഫ് ലൈഫ് which belongs to God alone. ദൈവത്തിന് മാത്രമുള്ളൊരു ജീവനുണ്ട്. അവിടുത്തെ സൃഷ്ടികൾക്കൊന്നും ആ ജീവനില്ല. ആ ജീവനിൽ കൂട്ടവകാശികളാകുവാൻ, ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മരണം നീക്കി. എന്താണ് അവിടുത്തെ എപ്പിഫാനിയായിൽ നമുക്ക് കിട്ടിയ ദാനം? മരണം നീക്കി. മരണം നീക്കി. മരണം നീക്കി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മനസ്സിലാക്കണം, നമുക്കൊരു ദിവസം ഫിസിക്കലി നമ്മളെല്ലാവരും കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ മരിക്കും. ആ മരണമല്ല, നിത്യമായി ദൈവത്തിൽ നിന്ന് നാം വേർപെട്ടവരായിരുന്നു. ദൈവവുമായിട്ട് ഒരിക്കലും അടുക്കാൻ കഴിയാത്ത ഒരു വലിയ അന്തരം ദൈവത്തിനും നമുക്കും നടുവിൽ വന്നു. ആ അന്തരം നിമിത്തം നമ്മൾ വേർപെട്ടു പോയത് കൊണ്ട് നമ്മളിൽ മരണം വ്യാപരിച്ചു. ദൈവം പറഞ്ഞ എന്താ? ഇത് നിങ്ങൾ തിന്നുന്ന നാളിൽ മരിച്ചോ? 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 മരിച്ചെങ്കിൽ പിന്നെ ആദാം എത്ര വയസ്സ് വരെ ജീവിച്ചിരുന്നു? തിന്നുന്ന നാളിൽ മരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ലിറ്ററലി മരിച്ചത് കുറെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാ. പക്ഷെ അന്നൊരു മരണം നടന്നു. ദൈവത്തോട് കൂട്ടായ്മയിൽ നിന്ന് മനുഷ്യൻ വേർപെട്ടുപോയി. എബ്രായലേഖനം 2 എടുക്കുന്നില്ല, അവിടെ പറയുന്നത് ജീവപര്യന്തം മരണഭയത്തിൽ കിടന്നവരെ തൻ്റെ മരണത്താൽ അവിടുന്ന് വിടുവിച്ചു. അവിടുന്ന് ജനിച്ചത് ജീവിക്കാൻ വേണ്ടിയല്ല, ഒരു ജീവിതം ജീവിച്ച് കൂട്ടാൻ വേണ്ടിയല്ല. അവിടുന്ന് പ്രത്യക്ഷനായത് അവിടുത്തെ ജീവനാലും അവിടുത്തെ രക്ഷണ്യ പ്രവൃത്തിയാലും അവിടുത്തെ കാൽവറിയിലെ മരണത്താലും മരണത്തെ നീക്കം ചെയ്യാനാ. ജോൺ അവൻസ് എന്ന കർത്താവിൻ്റെ ദാസൻ ഇങ്ങനെയാണ് പറയുന്നത്, ദ ഡെത്ത് ഓഫ് ഡെത്ത് ഇൻ ദ ഡെത്ത് ഓഫ് ക്രൈസ്റ്റ് ജീസസ്. നമുക്ക് കിട്ടിയ ദാനം എന്താ? മരണത്തിൻ്റെ മരണം. മരണം ചത്തത്, മരണം മരിച്ചത് ക്രിസ്തുവിൻ്റെ മരണത്തിലാണ്. ഒരിക്കൽ കൂടി ഒന്നുകൂടെ അതൊന്ന് വിശദീകരിച്ച് പറഞ്ഞാൽ, ഈ ഭൂമിയിൽ ജനിക്കുന്നവരെല്ലാവരും ജീവിക്കാൻ വേണ്ടി ജനിക്കുമ്പോൾ ഇതാ ഒരുവൻ മരിക്കുവാൻ വേണ്ടി ജനിച്ചു. മർക്കോസ് 10:45 എന്താ പറയുന്നത്? മനുഷ്യപുത്രൻ ശുശ്രൂഷ അനുഭവിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയാക്കുവാനും വന്നു. എന്നാൽ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ കിട്ടിയ ദാനം എന്താ? മരണം നീങ്ങി ജീവൻ വന്നു. നമ്മൾ ജീവനിൽ കടന്നു എന്ന് പറഞ്ഞാൽ യോഹന്നാൻ 3:36 പുത്രനിൽ വിശ്വസിക്കുന്നവന് നാളെ നിത്യജീവൻ കിട്ടുമെന്നല്ല, പുത്രനിൽ വിശ്വസിക്കുന്നവൻ ഇന്ന് ജീവൻ ഉണ്ട്. അവൻ ജീവനിൽ കടന്നു.
ജീവന്റെ തുടിപ്പ് അവനിലായി. ദൈവത്തിന്റെ ജീവൻ അവനിൽ വ്യാപരിച്ചു. വളരെ മനസ്സിലാക്കണം. പലരും മരണഭയത്തിൽ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോഴും മനസ്സിലാകാത്ത, കഴിഞ്ഞ ദിവസം നമ്മുടെ ചർച്ചയിൽ ഒരു പ്രിയ സഹോദരനുമായിട്ട് സംസാരിച്ചപ്പോഴും ഞങ്ങൾ പറഞ്ഞൊരു കാര്യമാണ്, പലരും ഭയപ്പെടുന്ന മരണമാണ്. കാലത്തിന് മുൻപ് എന്നെ എടുക്കരുത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടുത്തെ ചായ കുടിക്കാൻ പോയപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്കാർ പറയുകയാണ്, ഈ കാര്യം സംസാരിക്കുക എന്നാൽ അകാലമായി മരിച്ചു. ഇപ്പം എൻ്റെ ഇവിടെ ബേബിച്ചാൻ പറഞ്ഞു, അകാലമായ മരണമൊന്നുമില്ല, എല്ലാം മരിക്കുന്നത് എന്താ, കറക്റ്റ് ടൈമില്ല. ദൈവം നമുക്ക് വെച്ച ഒരു ആയുസ്. മരണം നീങ്ങിയെന്ന് പറഞ്ഞാൽ ഇനി ആരും മരിക്കത്തില്ലെന്നല്ല, അങ്ങനൊരു ഉപദേശമുണ്ട്. കോവിഡിന് മുൻപ് ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു, ഇമ്മോർട്ടാലിറ്റി കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ ഇനി ആരും എന്ത് ചെയ്യത്തില്ല. ഏതായാലും കോവിഡ് വന്നപ്പോഴത്തേക്ക് ആ കോൺഫറൻസ് പൂട്ടിക്കെട്ടി. ലിറ്ററലി അതിൻ്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ പ്രചരിക്കുക. ഇനി ആരും മരണം നീങ്ങിയെന്ന് പറഞ്ഞാൽ ഫിസിക്കലി മരിക്കത്തില്ലെന്നല്ല, ദൈവം നമുക്ക് വെച്ച ഒരു ആയുസ്സുണ്ട്. ആ ആയുസ് കഴിയുമ്പോൾ നമ്മുടെ സമയമാകുമ്പോൾ നമ്മളെല്ലാവരും എന്ത് ചെയ്യും? ഉറക്കെ പറഞ്ഞു ഒന്ന്. പേടിയുണ്ടോ? ചിലർക്ക് പ്രത്യാശ ഗാനം പാടാൻ പേടിയാ. കാരണം എന്താ? പണ്ട് എൻ്റെ അമ്മച്ചി ഉണ്ടായിരുന്നു, എന്നെ ചാടിക്കും. കാരണം എന്താ? ആ പാട്ടൊന്നും രാത്രി പാടരുത്, കാരണം പേടി. അത് എന്തോ സിമിത്തേരിയിൽ മാത്രം പാടാനുള്ള ഭക്തന്മാർ പ്രത്യാശയുടെ നിറവിൽ എഴുതിയതൊക്കെയും മരണത്തിന്റെ പാട്ടുകളായി മാറിയത് ഓർക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആ കാര്യത്തിൽ ഉറപ്പ് വേണം. നമ്മുടെ ജീവൻ അവിടുത്തെ ജീവഭാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കുക. ആരെങ്കിലും മരണഭയത്തിൽ ഇന്നിവിടെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നിയോഗത്തോട് നിങ്ങളോട് പറയാനുള്ളത്, മരണത്തെ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ജനിക്കും മുൻപ് 139 സങ്കീർത്തനം പറയുന്നത്, നമ്മുടെ നിയമിക്കപ്പെട്ട നാളുകളൊക്കെ അവിടുത്തെ പുസ്തകത്തിലുണ്ട്. അതിൽ നിന്ന് ഒന്നും കുറയത്തുമില്ല, ഒന്നും കൂടത്തുമില്ല. സമയമാകുമ്പോൾ ഞാനും നിങ്ങളും, ആദ്യം ആരാന്നൊന്നും നമുക്ക് പറയാൻ, സമയമാകുമ്പോൾ നമ്മുടെ ദൗത്യം തീരുമ്പോൾ നമ്മളെല്ലാം ഇവിടം വിട്ട്. പേർഷ്യയിൽ ഭക്തനായ മിഷണറി വേല ചെയ്ത സാമുവൽ സെമിനർ ഇങ്ങനെയാണ് പറഞ്ഞത്, വി ആർ ഇമ്മോർട്ടൽ ടിൽ our work on earth is done. നമ്മളെ ദൈവം ഏൽപ്പിച്ച ദൗത്യം തീരുന്നത് വരെ നമ്മൾ അമർത്യരാ. പുത്രൻ കൊടുത്ത ദാനം, 1 അവിടുത്തെ പ്രത്യക്ഷതയുടെ താഴ്ച നമ്മൾ കണ്ടു. 2 അവിടുത്തെ പ്രത്യക്ഷതയിൽ വെളിപ്പെട്ട ദാനം എന്താ? ആത്മിക മരണം നീങ്ങി. ഇനി മരണത്തെ പേടിക്കേണ്ട. പക്ഷെ മരണം വലിയൊരു സംഭവമാണ്. കാരണം ചിലയിടത്തൊക്കെ ആക്സിഡന്റുകളെ ക്യാൻസൽ ചെയ്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുക. അതെന്തോ പ്രാർത്ഥനയാ? ഇപ്പൊ ആക്സിഡന്റിൽ മരിച്ചാലാകട്ടെ, അല്ല ഒരു പ്രകൃതിക്ഷോഭത്തിൽ മരിച്ചാലാകട്ടെ, അല്ല എന്തോ ഒരു അസുഖം വന്ന് മരിക്കട്ടെ, മരിച്ചു കഴിഞ്ഞ് എങ്ങോട്ടാ പോകുന്നേ? ഈ പ്രാർത്ഥിക്കുന്നവർക്കൊന്നും ആ ഉറപ്പുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. സീരിയസ്ലി ഐ ഡോണ്ട് നോ. ഇപ്പം മരിച്ചു വാഹനം എന്താകട്ടെ, എനിക്ക് എറണാകുളം വരെ പോകണമെങ്കിൽ ബസ് പിടിച്ചായാലും ട്രെയിൻ പിടിച്ചായാലും എനിക്ക് എവിടെയാ പോകേണ്ടത്? വാഹനം ഏത് കിട്ടിയാലും എനിക്ക് എന്തില്ല, വിഷയമില്ല, പേടിയില്ല. കാരണം വാഹനമല്ല വിഷയം, ഡെസ്റ്റിനേഷൻ എന്താണെന്ന് ഉറപ്പുള്ളവന് മരണത്തെ പേടിക്കേണ്ട ആവശ്യമില്ല. ഏത് കോവിഡ് വന്നായാലും എന്ത് വന്നായാലും വാഹനം ഏതായാലും ഞാൻ എവിടെ പോകുന്നത് ഉറപ്പുണ്ടോ? മരണം നീങ്ങി, ഞാൻ ജീവനിൽ കിടന്നു, അമർത്യത ഞാൻ പ്രാപിച്ചു. ഈ ദേഹം, ഈ പൊടിയായിത്തീരുന്ന ഈ ദേഹം, അത് ദ്രവിച്ച് അത് മണ്ണോട് ചേർന്നാലും ഞാൻ എൻ്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് എൻ്റെ നാഥനെ കാണുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം കരേറ്റിക്കാട്ടെ. മരണഭയങ്ങൾ മാറട്ടെ, മരണഭീതി മാറട്ടെ. ഇല്ല, ഭയത്തില. വർഷാവസാനം എത്തുമ്പോഴും, കഴിഞ്ഞ വർഷം ഒരു മരണം നടത്തു ഞങ്ങളുടെ വീട്ടിൽ, അതിൻ്റെ മുൻപത്തെ വർഷം ഒരു മരണം നടത്തു, ഈ വർഷം ഇതുവരെ ഒന്നും നടന്നിട്ടില്ല, ഈ അവസാന ആഴ്ച വല്ലതും നടക്കുമോ? അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ആത്മനിയോഗത്തോടെ ഞാൻ പറയാം, മരണഭയങ്ങൾ അഴിഞ്ഞു പോകുന്ന ദിവസമാണിത്. ജീവൻ വന്നു, അമർത്യത വന്നു. മരണത്തെ പേടിക്കേണ്ട, മരണത്തെ ഭയപ്പെടേണ്ട.
ഒടുക്കത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോകും. ഒരു ദിവസം നമ്മൾ പാടും, ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ പാതാളമേ നിന്റെ വിഷമുള്ളെവിടെ. അവിടുത്തെ എപ്പിഫാനിയായിൽ, അവിടുത്തെ പ്രത്യക്ഷതയിൽ, അത് കൈസറിനെ പോലുള്ള പ്രത്യക്ഷതയല്ല, താഴ്ചയുള്ള പ്രത്യക്ഷതയായിരുന്നു. അവിടുത്തെ പ്രത്യക്ഷതയിൽ നമുക്ക് കിട്ടിയ ദാനം എന്താ? ജീവൻ. സുവിശേഷത്താൽ ജീവനും അമർത്യതയും നമുക്ക് വന്നു. ആ പ്രത്യക്ഷതയുടെ ലക്ഷ്യം എന്താ? ഞാൻ വേഗം എൻ്റെ വാക്കുകളെ അതിൻ്റെ ഉപസംഹാരത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുക. ഈ പ്രത്യക്ഷതയുടെ ലക്ഷ്യം എന്താ? 10ഉം 11ഉം വാക്യങ്ങൾ ഒന്നുകൂടെ വായിക്കണം. ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുവേശുവിൻ്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തൻ്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമത്രേ. ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയും അപ്പോസ്തലനും ഉപദേഷ്ടാവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ യേശു കർത്താവിൻ്റെ പ്രത്യക്ഷതയാൽ നിത്യജീവൻ വന്നു, മരണം നീങ്ങി, അമർത്യത വന്നു, നമ്മൾ നിത്യജീവനിൽ കടന്നു എന്ന് ഉള്ള ആ യാഥാർത്ഥ്യം വെളിപ്പെടുവാൻ കാരണം യേശു ഒന്നാമത് വന്നു. കാലത്തിൻ്റെ സമ്പൂർണതയിൽ പുത്രൻ ജനിച്ചതുകൊണ്ട് സുവിശേഷത്തിൻ്റെ സാധ്യതകൾ തുറക്കപ്പെട്ടു. പക്ഷെ ഈ സുവിശേഷത്തിലെ ജീവനും അമർത്യതയും നമ്മളിലേക്ക് എത്തിയത് എങ്ങനെയാ? യേശു 2000 വർഷം മുൻപ് ആ മരണത്തിൻ്റെ ആ ദൈവശാസ്ത്രമായ സത്യങ്ങളൊന്നും ഞാനിന്ന് വിവരിക്കുന്നില്ല. മരണത്തെ നീക്കം ചെയ്തത്, നമ്മുടെ മരണം അവിടെ നിന്ന് ഏറ്റെടുത്ത് ആ പകരക്കാരനായ മരണത്തിൽ കൂടി ആണ് നമ്മൾ ഈ ജീവനിലെ അനുഭവത്തിലേക്ക് യോഗ്യരായി മാറുന്നത്. എന്നാൽ യേശു കർത്താവിൻ്റെ ആ പ്രത്യക്ഷതയിൽ മരണത്തിന്മേലുള്ള ജയം ഉറപ്പായി. അത് തുറന്നു കിട്ടി. സ്വർഗ കവാടം തുറന്നു, ജീവന്റെ കവാടം തുറന്നു. പക്ഷെ ഈ തുറന്നു കിട്ടിയ ജീവൻ, ഈ വെളിപ്പെട്ട രക്ഷ, ഈ ജീവനും അമർത്യതയും നമ്മൾ അനുഭവിക്കണമെങ്കിൽ, ഇത് ഞാൻ എന്ന വ്യക്തിയിലേക്ക് എത്തണമെങ്കിൽ ഒരു സുവിശേഷകൻ, ഒരു സുവിശേഷത്തിന്റെ പ്രഖ്യാപനം ആവശ്യമാണ്. 11ാം വാക്യം ഒരിക്കൽ കൂടി വായിച്ച്. ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗി എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. കൈസർ ഒരു നാട്ടിൽ എഴുന്നള്ളി വരുമ്പോൾ ആ എഴുന്നള്ളി വരുന്നതാണ് പ്രത്യക്ഷത. പക്ഷെ ഈ കൈസർ എഴുന്നള്ളി വരുന്നത് ചുമ്മാ ഒരു ദിവസം എഴുന്നള്ളി വരികയല്ല. ഈ എഴുന്നള്ളി വരുന്നതിൻ്റെ വാർത്ത വിളംബരം ചെയ്യുവാൻ ചിലരെ ഈ നാട്ടിലേക്ക് എന്ത് ചെയ്യും? വിടും. ആ വിളംബരം ചെയ്യുവാൻ പോകുന്നവരെ വിളിക്കുന്ന പേരാണ് ഹെറാൾഡ്. അതാണ് മലയാളത്തിൽ പ്രസംഗി എന്ന വാക്ക്. ഇംഗ്ലീഷിലാണ് ഇച്ചിരൂടെ വ്യക്തം, ഹെറാൾഡ്, വിളംബരം. പണ്ട് നമുക്കറിയാം, പണ്ട് ഇന്നല്ല, ഒരു 2 തലമുറയ്ക്ക് മുൻപൊക്കെ വാർത്താമാധ്യമങ്ങളില്ലാത്ത കാലത്തിൽ എന്ത് ചെയ്യും? നാടോടികൾ വന്ന് നാട്ടിൽ തെരുവിൻ്റെ നടുവിൽ നിന്ന് ചെണ്ടയൊക്കെ കൊട്ടിപ്പറയും, കേൾപ്പീൻ, ഇന്ന ഒരു കാര്യം സംഭവിച്ചു, അല്ലെങ്കിൽ ഇന്ന ഒരു യുദ്ധം, അവിടെ 2ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. വാർത്ത വിളംബരം ചെയ്യുവാൻ വരുന്ന ഹെറാൾഡ് വന്നിട്ട് പറയും, ഇതാണ് വാർത്ത. പൗലോസ് പറയുകയാണ്, കൈസറിന്റെ പ്രത്യക്ഷത പോലെയല്ല, അതിനേക്കാൾ മഹത്വമേറിയ താഴ്ചയിൽ പ്രത്യക്ഷനായ യേശു കർത്താവാണ് ഞാൻ ഉയർത്തിപ്പിടിക്കുന്നത്. ഞാൻ ലജ്ജിച്ചു പോകാത്തത്, ഞാൻ ഇടറിപ്പോകാത്തത് ഈ യേശു കർത്താവ് ആരാണെന്ന് എനിക്കറിയാം. പക്ഷെ അതുകൊണ്ട് തീരുകയല്ല. എൻ്റെ ദൗത്യം എന്താ? പ്രത്യക്ഷനായ ക്രിസ്തു യേശുവിൻ്റെ ഒരു പ്രസംഗിയാണ്, വിളംബരം ചെയ്യുന്ന വക്താവാണ് ഞാൻ. I am a herald of the epiphania of Jesus. യേശു കർത്താവിൻ്റെ പ്രത്യക്ഷതയെ പ്രഘോഷിക്കുന്ന ഒരു പ്രസംഗിയാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ
സുവിശേഷത്തിന്റെ ദൂതാണ്. യേശു കർത്താവ് പ്രത്യക്ഷനായതുകൊണ്ട് അതിന്റെ ലക്ഷ്യം എന്താ? അവിടുത്തെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ട ജീവൻ മനുഷ്യരിലേക്ക് എത്തുവാൻ സുവിശേഷത്തിന്റെ ദൗത്യം നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. എന്താ പൗലോസ് പറയുന്നത്? നീ ലജ്ജിച്ചു പോകരുത്, നീ ഇടറിപ്പോകരുത്, നീ നിലനിൽക്കണം. എന്താ? നിന്റെ മേൽ ഒരു വിളി ഉണ്ടെന്ന് ആദ്യം പറയുന്നുണ്ട്. ആ വിളി മാത്രമല്ല, ഇങ്ങനെ നീ തെരഞ്ഞെടുക്കപ്പെടുവാൻ കാരണം എന്താ? ഇപ്പോഴോ മരണം നീക്കി സുവിശേഷത്താൽ ജീവനും അക്ഷതയും വെളിപ്പെടുത്തിയ, അതിനെ മാനിഫെസ്റ്റ് ആക്കിയ ക്രിസ്തുവേശുവിന്റെ പ്രത്യക്ഷത. ആ പ്രത്യക്ഷത ഉള്ളത് കൊണ്ടാണ് നീ ഇന്ന് ഒരു ഉപദേശിയായ എഫെസോസിൽ നിൽക്കുന്നത്. ആ പ്രത്യക്ഷത ഉള്ളത് കൊണ്ടാണ് നിനക്ക് മരണത്തെ പേടിക്കേണ്ട, ഉപദ്രവങ്ങളെ പേടിക്കേണ്ട, കഷ്ടതകളെ പേടിക്കേണ്ട, നിന്നയെ പേടിക്കേണ്ട. പ്രത്യക്ഷത നടന്നു, യേശു ജഡത്തിൽ വെളിപ്പെട്ടു. പക്ഷെ ദൗത്യം എന്താ? യേശു പ്രത്യക്ഷനായി. അത് അറിഞ്ഞതുകൊണ്ട് ഞാൻ തൃപ്തനാകുകയല്ല, എന്നെ നിയമിച്ചിരിക്കുന്നത് പ്രസംഗിയായി, അപ്പോസ്തോലനായി, ഉപദേഷ്ടാവായി. ഒരു ദൗത്യത്തിലേക്കാണ് ഈ പ്രത്യക്ഷത നമ്മളെ വിളിക്കുന്നത്. ഒരു ദൗത്യത്തിലേക്ക്. പ്രത്യക്ഷതയുടെ താഴ്ച നമ്മൾ കണ്ടു. പ്രത്യക്ഷതയിൽ കിട്ടിയ ജീവനും അമർത്യതയും എന്താണ് നമ്മൾ മനസ്സിലാക്കി. ഈ അവസാന നിമിഷങ്ങളിൽ ഞാൻ പറയട്ടെ, ഈ പ്രത്യക്ഷത ഒരു വലിയ ദൗത്യം നമ്മുടെ കയ്യിലേൽപ്പിക്കുക. യേശു പ്രത്യക്ഷനായി. ആ പ്രത്യക്ഷതയിൽ മരണം നീങ്ങി. എനിക്ക് മരണത്തെ പേടിക്കേണ്ട, രോഗം വന്നാൽ എനിക്ക് ഭയപ്പെടേണ്ട. കാരണം എന്താ? അവിടുത്തെ രോഗസൗഖ്യം ഞാൻ ഇന്ന് അനുഭവിക്കുന്നുണ്ട്. കർത്താവ് എന്നെ തൊട്ട് സൗഖ്യമാക്കുന്നുണ്ട്. ചില രോഗങ്ങൾ സൗഖ്യമായാലും വിഷയമില്ല. രോഗമില്ലാത്ത ഒരു ശരീരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. ഞാൻ ആ ദൈവകൃപ അനുഭവിച്ചു, ഞാൻ അമർത്യത അനുഭവിക്കുന്നു. ഗ്ലോറി, ആമേൻ എന്ന് പറഞ്ഞ് ഞാൻ തൃപ്തനാകിയല്ല. എനിക്കൊരു ദൗത്യമുണ്ട്. ഈ പ്രത്യക്ഷതയുടെ ദൂതുമായി തലമുറയിൽ നിൽക്കണം. അതാണ് 2 തിമോത്തിയോസ് 2:8 പറയുന്നത്. റിമെമ്പർ, മറന്നു പോകരുത്, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവിനെ ഓർക്കുക. അതാകുന്നു എന്റെ സുവിശേഷം. അത് നിമിത്തം ഞാൻ ചങ്ങല ധരിച്ച ഒരു സ്ഥാനാപതിയാണ്. ഈ സന്ദേശത്തിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ NLAGയിലുള്ള ദൈവമക്കളെ, ഒരു വർഷം കഴിയാറായി. പ്രത്യക്ഷതയെ നമ്മൾ മനസ്സിലാക്കി. പ്രത്യക്ഷതയിലെ ദാനങ്ങൾ നമ്മൾ അനുഭവിച്ചു. ഈ വർഷം മരണത്തിന്റെ കരിനിഴൽ നമ്മുടെ ജീവിതത്തിൽ ഏശാഞ്ഞത് കൊണ്ടല്ല നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് രോഗവും ദുഃഖവും ബുദ്ധിമുട്ടും വരാഞ്ഞത് കൊണ്ടല്ല നമ്മൾ ഇന്ന് ഈ പന്തിയിൽ ഇരിക്കുന്നത്. വിശുദ്ധന്മാരുടെ പന്തിയിൽ ഇന്ന് ഇരിക്കുന്നത് ജീവനും അമർത്യതയും ദൈവകൃപയാൽ ആത്മാവിൽ അനുഭവിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. പക്ഷെ മറന്നു പോകരുത്, ഒരു ദൗത്യത്തിലേക്കാണ് ഈ പ്രത്യക്ഷത നമ്മളെ വിളിക്കുന്നത്. അന്നത്തെ റോമൻ വിളംബനം ചെയ്യുന്നവർ പ്രത്യക്ഷതയ്ക്ക് മുൻപ് വിളംബനം ചെയ്യും. പക്ഷേ ഒരു ദൈവ പൈതൽ എങ്ങനെയാണെന്നറിയാമോ? ഒന്നാമത്തെ പ്രത്യക്ഷത നടന്നു. യേശു കർത്താവ് ജഡത്തിൽ വന്നു, ജീവൻ അമർത്യത സുവിശേഷത്താൽ കൊണ്ടുവന്നു. ഒന്നാം വരവ്, ഒന്നാം പ്രത്യക്ഷതയുടെ ദൂത് നടന്ന കാര്യത്തെ നമ്മൾ എന്ത് ചെയ്യുക? വിളംബനം ചെയ്യുക. എന്നിട്ട് എന്താ പറയുന്നത്? കാര്യം തീർന്നില്ല. രക്ഷിതാവായി പ്രത്യക്ഷപ്പെട്ട, അതല്ലേ ഈ വാക്യം പറയുന്നത്? രക്ഷിതാവായി പ്രത്യക്ഷപ്പെട്ടവൻ 4:1 പറയുന്നത് ന്യായാധിപനായി, ജഡ്ജായി പ്രത്യക്ഷപ്പെടാൻ പോകുക. പിന്നെയും വരാൻ പോകുക. ലോകത്തോടുള്ള ദൂതെന്താ? കോയിപ്പുറത്തിലെ 17 വാർഡുകളോടുള്ള ദൂതെന്താ? തിരുവല്ല പട്ടണത്തോടുള്ള ദൂതെന്താ? പത്തനംതിട്ട ജില്ലയോടുള്ള ദൂതെന്താ? അവിടുന്ന് പ്രത്യക്ഷനായി, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു, ജീവനും അമർത്യതയും വന്നു. ലോകത്തിന്റെ ശരിയായ രക്ഷിതാവിത, യെരുശലേമിന്റെ രാജാവിത, ബത്ലഹേമിൽ പിറന്നവനിത ക്രിസ്തു എന്ന് ചൂണ്ടിക്കാണിക്കുക മാത്രമല്ല, അവിടുത്തെ ഒരു പ്രത്യക്ഷത താമസമിനാ നടക്കാൻ പോകുക. അവിടുത്തെ രാജ്യവും പ്രത്യക്ഷതയും നിമിത്തം ഞാൻ സത്യം ചൊല്ലി തിമോത്തിയോസേ നിന്നോട് പറയുക, വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സുവിശേഷത്തിന് വേണ്ടി കാലഘട്ടത്തിൽ നിൽക്കുക. എന്റെ സന്ദേശത്തിന്റെ അവസാന നിമിഷങ്ങളിൽ വരുമ്പോൾ നമ്മൾ ഈ വെല്ലുവിളി ഏറ്റെടുക്കണം.
പ്രത്യക്ഷത അനുഭവിക്കാൻ വേണ്ടി മാത്രമല്ല, പ്രത്യക്ഷത ഒരു ദൗത്യത്തിലേക്ക് നമ്മളെ വിളിക്കുകയാ. പൗലോസ് പറയാണ്, ഞാൻ കാരാഗൃഹത്തില, ഞാൻ ഇതെല്ലാം സഹിക്കുകയാ, പക്ഷെ ഞാൻ ലജ്ജിച്ചു പോകുന്നില്ല. കാരണം ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു, ഞാൻ അവനെ അറിയുന്നു. അവൻ എനിക്കൊരു ദൗത്യം തന്നിട്ടുണ്ട്. അത് ചങ്ങലകൾക്ക് ഒതുക്കാൻ കഴിയത്തില്ല. റോമൻ ഇമ്പീരിയൽ നിയമങ്ങൾക്ക് അതിനെ തച്ചുടയ്ക്കാൻ കഴിയത്തില്ല. കൈസറിന്റെ ഈർച്ചവാലിന് അതിനെ കെടുത്താൻ കഴിയത്തില്ല. ഒരു ദൗത്യമുണ്ട്. അടുത്ത തലമുറയിലേക്ക് ഈ സുവിശേഷത്തിന്റെ ദീപശിഖ കൈമാറണം. ഇതാണ് ദൗത്യം. അവിടുന്ന് പ്രത്യക്ഷനായി അവർ ജീവിക്കുന്ന ഈ 1-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ പ്രത്യക്ഷനായ ക്രിസ്തുവിനെ പലരും കണ്ടു. പൗലോസ് പറയാ, ഞാൻ മരിക്കാൻ പോകുക, ഞാൻ മരണാസന്നനാ, ഞാൻ പാനീയാഗമായി ഒഴിക്കപ്പെടാൻ പോകുക. പക്ഷെ അവിടുത്തെ പ്രത്യക്ഷതയുടെ ദൂത്, തിമോത്തിയോസേ, അവിടുത്തെ പ്രത്യക്ഷതയോളം നീ അടുത്ത തലമുറയ്ക്ക് കൈമാറണം. ഞാൻ അതിന് ഉപദേഷ്ടാവാണ്, ഞാൻ അതിന്റെ പ്രസംഗിയാണ്. നീയും പ്രസംഗിയായി എഫെസോസിൽ സുവിശേഷത്തിന് വേണ്ടി നിൽക്കണം. എൻ്റെ വാക്കുകളെ ഞാൻ ഇവിടെ നിർത്തുമ്പോൾ നമ്മളെ കർത്താവ് വിളിക്കുന്നതാ. NLAGയിൽ നിന്ന് 2-3 വ്യക്തികൾ മാത്രമല്ല, NLAGയിൽ നിന്ന് പ്രവാചകന്മാർ, പ്രവാചകിമാർ എഴുന്നേൽക്കണം. അവിടുത്തെ പ്രത്യക്ഷതയുടെ ദൂത് ലോകത്തിന്റെ അറ്റത്തോളം പറയുവാൻ ഒരു സൈന്യം ഇവിടെ എഴുന്നേൽക്കണം. ഈ വർഷത്തിന്റെ ആരംഭം നമ്മൾ കേട്ട ദൂത് മറക്കരുത്. എന്തായിരുന്നു കേട്ട ദൂത്? ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിച്ച് എന്ത് ചെയ്യണം? പാപമോചനവും മാനസാന്തരവും അവിടുത്തെ നാമത്തിൽ പ്രസംഗിക്കപ്പെടണം. പ്രത്യക്ഷത അനുഭവിക്കുന്ന ഉപഭോക്താക്കൾ മാത്രമല്ല നമ്മൾ, പ്രത്യക്ഷതയുടെ ദൂത് കാലഘട്ടത്തോട് വിളിച്ചു പറയുന്ന ദൂതവാഹികളാണ് നമ്മൾ. എൻ്റെ സന്ദേശത്തിന് ഞാൻ ഉപസംഹാരം കുറിക്കുക. ക്രിസ്തീയ ജീവിതത്തിന്റെ ഏക പ്രത്യാശ എന്തുവാ? വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് അൾട്ടിമേറ്റ് ഹോപ്പ് ഓഫ് ദ ക്രിസ്ത്യൻ ലൈഫ്? ദൈവമക്കൾ എന്ന നിലയിൽ അവിടുത്തെ കന്യകാജനനത്തിൽ നാം കാണുന്ന ആദ്യത്തെ പ്രത്യക്ഷത അവിടുന്നാണ് ആ രക്ഷയുടെ സുവിശേഷത്തിന്റെ മാഹാത്മ്യവും അവിടുത്തെ ജീവിതവും മരണവും ഉയർത്തെഴുന്നേൽപ്പുമാണ് സുവിശേഷം. അവിടുത്തെ 1-ാം വരവിൽ ക്രിസ്തുവിന്റെ 1-ാമത്തെ പ്രത്യക്ഷതയിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുന്നു. അവിടെ നിന്ന് നാം ആ നിത്യജീവന്റെ ആ അനുഭവത്തിലേക്ക് കടക്കുന്നു. തിരിഞ്ഞു നോക്കി 1-ാം പ്രത്യക്ഷതയിലേക്കും മുന്നോട്ട് നോക്കി അവിടുത്തെ 2-ാം പ്രത്യക്ഷതയിൽ അവിടുത്തെ നമ്മൾ മുഖാമുഖം കാണും. അവിടുത്തെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചവർ അവനെ ഒരു ദിവസം കാണും. ക്രിസ്തുവിന്റെ 1-ാം പ്രത്യക്ഷതയും 2-ാം പ്രത്യക്ഷതയുമാണ് നമ്മുടെ ജീവിതത്തിലെ ഏക പ്രത്യാശ. രോഗം വരും, മരണത്തിന്റെ താഴ്വരയിൽ കൂടി നമ്മൾ കടന്നു പോകും. ജീവിതത്തിൽ നിലനിൽക്കത്തില്ല, അല്ലെങ്കിൽ ഞാൻ താളടിയായി പോകും, ഈ പ്രശ്നം എന്നെ കൊണ്ടേ പോകത്തുള്ളൂ എന്ന് പറയുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ അകപ്പെടും. ഒരു മനുഷ്യനും അഴിക്കാൻ കഴിയാത്ത കുരുക്കുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നെന്നിരിക്കും. അവിടെയും നമ്മൾ പിടിച്ചു നിൽക്കുന്നത് അവിടുത്തെ 1-ാം പ്രത്യക്ഷതയും 2-ാം പ്രത്യക്ഷതയുമാണ് നമ്മുടെ ഏക പ്രത്യാശ. അവിടുന്ന് വന്നതുകൊണ്ട് സുവിശേഷത്താൽ ജീവനും അക്ഷര എനിക്ക് കിട്ടി. അവിടുന്ന് വരും. അവിടുത്തെ വരവിൽ ഞാൻ പ്രിയം വെച്ചതുകൊണ്ട് ഞാൻ അവനെ കാണും. In life, in death, our only hope is Christ Jesus. ക്രിസ്തു യേശു എന്ന വ്യക്തിപ്രഭയിലാണ് നമ്മുടെ ഏക പ്രത്യാശ. അതാണ് 1:12 മറക്കല്ല്. ഞാൻ ആരെ വിശ്വസിക്കുന്നു, ഞാൻ അവനെ അറിയുന്നു. ആ പ്രത്യക്ഷതയെ അനുഭവിച്ചവർ, ആ പ്രത്യക്ഷതയാൽ ജീവനും അമർത്യതയും പ്രാപിച്ചവർ ഇന്ന് പ്രഭാതത്തിൽ ഒന്നുകൂടെ കർത്താവിൽ നിന്ന് മഹത്വം കരേറ്റാമോ? ഒന്ന് നമ്മുടെ ഹൃദയങ്ങളെ ദൈവ മുൻപിൽ ഏൽപ്പിക്കാമോ? അവിടുത്തെ ആ പ്രത്യക്ഷതയാൽ, സുവിശേഷത്താൽ എനിക്കിട്ട് നിത്യജീവനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ ഹോളിൽ നിന്ന് നമ്മൾ കടന്നു പോകുമ്പോൾ അവിടുത്തെ 2-ാം പ്രത്യക്ഷതയുടെ പ്രത്യാശയാൽ നിറഞ്ഞവരായി ജീവിതത്തിലെ ഏത് സാഹചര്യത്തെയും നേരിടുവാനുള്ള ആത്മബലം നമുക്ക് പ്രാപിച്ചെടുക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.